ജീവന് ജീവിതം എന്ന ബൈബിൾ പഠന പരമ്പരയുടെ 167ാമത്തെ സെഷനാണ്. എല്ലാവരെയും ക്രിസ്തുയേശുവിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പോളജറ്റിക്സിന് ദൈനംദിന ജീവിതത്തിലുള്ള പ്രാധാന്യം, അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്, ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോളജറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് 1 പത്രോസ് 3:15 ആയിരിക്കും. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കും. അപ്പോളജിയ എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എ റീസെന്റ് ഡിഫൻസ്, ഒരു കോർട്ട് റൂമിലുള്ള പ്രതിവാദവും പ്രതിരോധവും എന്നുള്ള രീതിയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യുക്തിസഹമായിട്ടുള്ള ഒരു ഡിഫൻസ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ എടുക്കാം. അതുപോലെ അവിടെ പറഞ്ഞിരിക്കുന്ന ചില വാചകങ്ങൾ വളരെ പ്രസക്തമാണ്. എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. അതുപോലെ ആ വേദഭാഗം പറഞ്ഞിരിക്കുന്നത് ഒരു പ്രത്യേക കൂട്ടം വിശ്വാസികളോട് മാത്രമല്ല, കോമൺ ആയി എല്ലാവരോടും പറഞ്ഞ വേദഭാഗമാണെന്നും വളരെ വ്യക്തമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയും യൂട്യൂബും ഒക്കെ വളരെ പോപ്പുലർ ആയപ്പോൾ ഇത്തരത്തിലുള്ള ക്രിസ്തീയ വിശ്വാസ സംബന്ധ പ്രതിവാദങ്ങളും പ്രതിരോധവും ഒക്കെ നാം എല്ലാവരും കേൾക്കാറുണ്ടായിരിക്കും. പ്രത്യേകിച്ച് യുക്തിവാദികളും ഇസ്ലാം മതവിശ്വാസികളും മറ്റ് തത്വചിന്തകളൊക്കെ വിശ്വസിക്കുന്നവരും ക്രിസ്തീയ വിശ്വാസത്തിന് എതിരായി പറയുമ്പോൾ അവരോടുള്ള ഉത്തരങ്ങൾ, സംവാദങ്ങളൊക്കെ നാം കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് സാക്ഷി, അപ്പോളജറ്റിക്സ് നെറ്റ്വർക്ക്, ഗ്രേസെൽസ് തുടങ്ങിയ അവരൊക്കെ ചെയ്യുന്ന ചില പരിപാടികളൊക്കെ നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉള്ള ചില വ്യക്തികൾ അല്ലെങ്കിൽ ഈ വിഷയം വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളൊക്കെ അവർ ചെയ്യുന്ന സംവാദങ്ങളും ഇത്തരത്തിലുള്ള യുക്തിസഹമായിട്ടുള്ള ഡിഫൻസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അവരിൽ മാത്രം ഒതുങ്ങേണ്ടതാണോ ഈ വിഷയം? അല്ലെങ്കിൽ നമ്മൾ വാക്യത്തിൽ നേരത്തെ വായിച്ച് കേട്ടതുപോലെ എങ്ങനെയാണോ അത് വേണ്ടത് എന്ന് നമുക്ക് കൂടുതലായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതങ്ങളിൽ ഇങ്ങനെയുള്ള ഈ റീസെന്റ് ഡിഫൻസിന് അല്ലെങ്കിൽ യുക്തിസഹമായിട്ടുള്ള ഈ പ്രതിവാദത്തിനൊക്കെ പ്രസക്തി ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. അതിന്റെ പ്രായോഗിക ജീവിതങ്ങളിലെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ അവതരണത്തിലൂടെയും ചർച്ചയിലൂടെയും ഒക്കെ നമുക്ക് അറിയാനായിട്ട് ശ്രമിക്കാം. നമ്മൾ അതിനായിട്ട് സഹായിക്കുന്നത് പ്രിയ ക്ലീറ്റസ് സഹോദരനാണ്. ക്ലാസ് അവതരണത്തിനായിട്ട് ക്ലീറ്റസ് സഹോദരനെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. മനോഹരമായ സമയത്ത് നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാനുള്ള അവസരം തന്നു. അപ്പോളജറ്റിക്സ് എന്ന് പറയുന്ന, ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് എന്ന് പറയുന്ന വിഷയമാണ് നമ്മുടെ പഠന വിഷയമായിട്ടിരിക്കുന്നത്. ഒരു വലിയ വിഷയമാണ്. ഒത്തിരി അറിവും പാണ്ഡിത്യവും ഒക്കെ ആവശ്യമുള്ളൊരു വിഷയം. പക്ഷേ അത്രയ്ക്കുള്ള അറിവും സ്കോളർഷിപ്പും എന്ന വിഷയത്തിൽ എനിക്കില്ല. എന്നാൽ അപ്പോളജറ്റിക്സിനെ കുറിച്ച് എല്ലാ വിശ്വാസികളും മനസ്സിലാക്കിയിരിക്കാൻ ആവശ്യമുള്ള ചില കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പറയാൻ, പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഏവരെയും കർത്താവ് പ്രത്യേകം ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. അതുപോലെ അത് ഉചിതമായിട്ട് പറയാനും പങ്കുവയ്ക്കുവാനുമുള്ള കൃപയും പരിജ്ഞാനം ദൈവം എനിക്കും തരട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോളജറ്റിക്സ് എന്ന് കേൾക്കുന്നതേ സാധാരണഗതിയിൽ വിശ്വാസികൾ നടുങ്ങിപ്പോകും. ശരി, ആ പേര് തന്നെ ഒരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പേരാണ്. ഇത്രയും വലിയൊരു പരിപാടിയാണ്. ഇതാര് ചെയ്യും, ആരെ കൊണ്ട് പറ്റും? നമ്മുടെ മനസ്സിൽ പല പേരുകളൊക്കെ ഉയർന്നു വരും അപ്പോളജറ്റിക്സിനെ കുറിച്ച്. R.C. സ്പ്രൗളിനോ അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹമൊക്കെ മരിച്ചുപോയി, അങ്ങനെ വലിയ വലിയ മനുഷ്യരെ കുറിച്ചുള്ള പേരുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. കേരളത്തിൽ ആദ്യകാലങ്ങളിൽ മഹാകവി KV സൈമൺ സാറ് ഒരു അനുഗ്രഹിക്കപ്പെട്ട അപ്പോളജിസ്റ്റ് ആയിരുന്നു. ഹിന്ദുമത വിശ്വാസികളുടെ ശക്തമായിരിക്കുന്ന പോരാട്ടങ്ങൾക്കെതിരെ അദ്ദേഹം സംസാരിക്കുകയും തൂലീകരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ ആ നിലയിലൊക്കെ പൊളിറ്റിക്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയ മനുഷ്യരുടെ പേരുകളാണ് ഇവിടെ മനസ്സിൽ വരുന്നത്. കേരളത്തിൽ അപ്പോളറ്റിക്സ് ഒക്കെ വളരെ ഫേമസ് ആയി തീർന്നത് ഈ കോവിഡ് കാലത്തും ഒക്കെയാണ്. മുസ്ലിങ്ങളുമായിട്ടുള്ള സംവാദം, അതിൽ പല ആളുകൾ, സെബാസ്റ്റ്യൻ പുന്നക്കല്, പിന്നെ അന്നി കൊടുത്തോട്ടം, ഇങ്ങനെയൊക്കെയുള്ള പല പേരുകൾ വളരെ പ്രസിദ്ധമാണ്.
തന്നെയുമല്ല ഇതുകൊണ്ട് ഒത്തിരി ആവശ്യമുണ്ടെന്നും ഇത് ഒത്തിരി പ്രായോഗികമായിട്ട് ഗൗരവമുള്ള ഒരു കാര്യമാണെന്നും ഒക്കെ വിശ്വാസികൾക്ക് ആ കാലത്ത് മനസ്സിലായി. എനിക്ക് തോന്നുന്നത് വിശ്വാസികളുടെ അപ്പോളജറ്റിക്കൽ പരിശ്രമങ്ങൾ കേരളം മുഴുവൻ അംഗീകരിച്ച് കഴിഞ്ഞ ഒരു കാര്യമാണ്. എല്ലാവരും നമ്മുടെ കൂട്ടത്തിലുള്ളവരല്ലെങ്കിൽ പോലും കാത്തലിക്സും അതുപോലെ മറ്റുള്ളവരൊക്കെ അംഗീകരിച്ച് ഇത് വളരെ ആവശ്യമാണ്, നമുക്കിത് അത്ര അറിയില്ല എന്നൊക്കെ അവർ പറയാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോളറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പം കേരളത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുണ്ട്. ക്രൈസ്തവരൊക്കെ അത് ഒരളവിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികളുമായിട്ടുള്ള സംവാദങ്ങളിലാണ് ഇത് ഏറ്റവും ഫ്രണ്ട് ലെവലിലേക്ക് വന്നത്. അതുപോലെ ഹിന്ദുമത വിശ്വാസികളുമായിട്ട് കുറേയൊക്കെ അപ്പോളറ്റിക്കൽ വർക്കുകളൊക്കെ അതിൻ്റെ ഇടയിൽ നടന്നു. ഇപ്പം അത് അത്രയും നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഇന്ത്യയിൽ ഒരുപക്ഷെ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടിരിക്കുന്ന ഹിന്ദുമത വിശ്വാസികളുമായിട്ട് അപ്പോളറ്റിക്കൽ ടാസ്ക് നടക്കാനുള്ള ചാൻസുകൾ ഇനിയുമുണ്ട്, വളരെ ഉണ്ട്. മുസ്ലിങ്ങളുമായിട്ടുണ്ട്. അതുപോലെ പിന്നെ ഉപദേശങ്ങളുടെ ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന വിഷയത്തിൽ നമ്മുടെ ഇടയിലും അതുപോലെ വിശ്വാസികളുടെ ഇടയിലും ഒക്കെ അപ്പോളറ്റിക്സിന് അതിൻ്റെതായിരിക്കുന്ന പ്രാധാന്യം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോളറ്റിക്സ് എന്ന് കേൾക്കുമ്പം ഇതുപോലുള്ള വലിയ വലിയ മനുഷ്യരെ കുറിച്ചാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിലും പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ പറയുന്നത് ഇത് എല്ലാ വിശ്വാസികളും പ്രാക്ടീസ് ചെയ്യണം എന്ന അർത്ഥത്തിലാണ്. എല്ലാ വിശ്വാസികൾക്കും അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. നമ്മളാരും ഒരുപക്ഷെ പ്രൊഫഷണൽ അപ്പോളജിസ്റ്റുകളല്ല, പക്ഷേ നമുക്ക് അപ്പോളറ്റിക്സ് കൈകാര്യം ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല. കാരണം നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്, വിശ്വാസ വിഷയങ്ങളെക്കുറിച്ച് പ്രതിവാദം ചോദിക്കുന്ന മനുഷ്യരോട് ന്യായമായ ആൻസർ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. ഒരു വിശ്വാസിക്ക് പറ്റിയില്ലെങ്കിൽ വേറൊരു വിശ്വാസിയാണെങ്കിലും പറയണം. ഇനി രണ്ട് വിശ്വാസികൾക്ക് പറ്റിയെങ്കിൽ അവരുടെ ചർച്ചിലെ എൽഡേഴ്സ് പറയണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന മനുഷ്യർ പറയണം. ആരെങ്കിലുമൊക്കെ പറയണം, പറയാതിരിക്കാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. ഒരുപക്ഷെ വലിയ തലയെടുപ്പുള്ള പണ്ഡിതന്മാരായിരിക്കുന്ന വലിയ വലിയ അപ്പോളജിസ്റ്റിന്റെ വർക്കുകൾ അല്ലെങ്കിൽ ശുശ്രൂഷകൾ സമൂഹത്തിലെ ഗ്രാസ് ലെവലിലേക്ക് അക്കാലത്ത് എത്തിയിരുന്നോ എന്ന് നമുക്കറിയില്ല. ഇന്നത്തെ ഒരു സാഹചര്യം അല്ലല്ലോ അന്ന് വർത്തമാന പത്രങ്ങളില്ല, അല്ലെങ്കിൽ TV ഇല്ല, ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ഇല്ല. അതും ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് അപ്പോളറ്റിക്സിനെ എത്തിച്ചത് വിശ്വാസികളായിരുന്നു എന്ന് ചിന്തിക്കുന്നതാണ് ഉചിതം. അങ്ങനെ അവർ ചെയ്തതിൻ്റെ ഫലമായിട്ട് റോമും ഗ്രീസും ഒക്കെ ആ കാലത്ത് ഒത്തിരി ഫിലോസഫിയുള്ള നഗരങ്ങളും അതുപോലെ സംസ്കാരങ്ങളും ഒക്കെയാണ്. വലിയ മേധാശക്തിയും പ്രതിഭയൊക്കെയുള്ള ആളുകളാണ്. പക്ഷേ ഈ സാധാരണക്കാരായിരിക്കുന്ന വിശ്വാസികളുടെ അപ്പോളറ്റിക്കൽ വർക്ക് അവരെ ഡിഫെൻസ്ലെസ് ആക്കി കളഞ്ഞു. റോമാക്കാരും അതുപോലെ ഗ്രീക്കുകാർക്കും ഒന്നും ഉത്തരവില്ലാത്ത നിലയിൽ അവരെ പരാജയപ്പെടുത്തി കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അതിൻ്റെ ഫലമായിട്ട് ഈ സംസ്കാരങ്ങളുള്ള മനുഷ്യർ, ഈ ഭൂഖണ്ഡങ്ങളുള്ള മനുഷ്യർ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ, യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ, രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്ന് അവരുടെ ജീവിതങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ഒത്തിരി മാറിപ്പോയി എന്ന് വേണം നമുക്ക് കാണാനായിട്ട്. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന സമയത്ത് പുതിയ നിയമത്തിലെ ഈ വാക്കുകൾ പല നിലകളിൽ ധാരാളം വേദഭാഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് അതിനെക്കുറിച്ച് ഒരു പ്രൊഫറ്റിക് ആയിട്ട് പറയുന്നുണ്ട്. വിശ്വാസികൾക്ക് അപ്പോളറ്റിക്സ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് തന്നെ കർത്താവ് പറയുന്നുണ്ട്. 12-ാം അധ്യായം 11-ാം വാക്യം: എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിവാദിക്കേണ്ടു, എന്ത് പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. അപ്പൊ കർത്താവ് ഇത് പറയുന്ന സമയത്ത് ഒരു പ്രൊഫറ്റിക് ടോണിലാണ് പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളൊക്കെ അപ്പോളറ്റിക്സ് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പൊ അപ്പോളറ്റിക്സ് എന്ന് പറയുന്നത് അപ്പോസ്തലന്മാർക്ക് മാത്രം ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമായിട്ടല്ല നമുക്ക് കാണാൻ പറ്റും. മറിച്ച് സകല വിശ്വാസികൾക്കും ആവശ്യമാണ് എന്ന് അപ്പോസ്തലന്മാർ വേറെ വേദഭാഗങ്ങളിലും അതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാം.
അതുപോലെ തന്നെ കർത്താവ് 21-ാം അധ്യായം, ഇതേ ഗോസ്പൽ തന്നെ 21-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലും കർത്താവ് പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, ആകയാൽ പ്രതിവാദിപ്പാൻ മുമ്പുകൂട്ടി വിചാരിക്കാതിരിക്കുക. പ്രതിവാദം, അപ്പോളജിയ എന്ന് പറയുന്ന പദമാണ്. അപ്പൊ പ്രതിവാദം ഒരു സത്യക്രിസ്ത്യാനിയുടെ ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, ഹി ഹാസ് ടു മേക്ക് ഡിഫൻസ് ഓഫ് ഹിസ് ഫെയ്ത്ത്. തൻ്റെ വിശ്വാസത്തെ കുറിച്ച് താൻ പ്രതിവാദം പറയണം. നീ എന്ത് വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് വിശ്വസിക്കുന്നു, എന്തുകൊണ്ടാണ് ഈ വിശ്വാസം നിസ്തുല്യമായിട്ടിരിക്കുന്നത്, ഇതര വിശ്വാസങ്ങളെ നീ ഉൽകാതിരിക്കുന്നത് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു സത്യക്രിസ്ത്യാനി ഡിഫൻസ് പറയണം, ഡിഫൻസ് രേഖപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. പ്രതിവാദം പറയണം. അപ്പൊ അത് കർത്താവ് പറയുന്ന സമയത്ത് ഒരു പ്രൊഫറ്റിക്കായിട്ടാണ് പറയുന്നത്. നമുക്കറിയാം കർത്താവിൻ്റെ മരണ, പുനരുത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരത് പ്രാക്ടീസ് ചെയ്തു. റോമ സാമ്രാജ്യത്തിൽ ഉടനീളം അവരത് പ്രാക്ടീസ് ചെയ്തു എന്ന് നമുക്ക് പ്രത്യേകം കാണാനായിട്ട് പറ്റും. അപ്പോസ്തലനായ പത്രോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ജസ്റ്റിൻ അത് വായിച്ച് കേൾപ്പിച്ചല്ലോ. പ്രിയ സോന വേദഭാഗം നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നിരുന്നു. 1 പത്രോസ് 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. എങ്കിലും ഈ വാക്യം പുതിയ നിയമത്തിൽ വിശ്വാസികൾ അപ്പോളറ്റിക്സ് പ്രാക്ടീസ് ചെയ്യണം എന്നൊരു കൽപ്പനാ രൂപത്തിൽ പറഞ്ഞിരിക്കുന്ന ഏക വേദഭാഗമായിട്ടാണ് പറയുന്നത്. അത് അതുകൊണ്ട് ആ നിലയിലും ഈ 1 പത്രോസ് 3:15 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പറയുന്നത്, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കും. ഞാൻ ഡിക്ഷണറി ഒക്കെ നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ബൈബിൾ കൊണ്ടുപോകുന്നില്ല, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള ടൂൾസ് ഒക്കെ എപ്പോഴും നമ്മുടെ കയ്യിൽ വേണമെന്ന് പത്രോസ് പറയുന്നു. ഒരു അപ്പോളജിസ്റ്റിന്റെ കയ്യിൽ അതിന്റെ ടൂൾസ് എപ്പോഴും വേണം. അപ്പൊ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പ്രൊഫഷണൽസിന്റെ ഒരു ടാസ്ക് ആയിട്ടല്ല. എന്ന് പറഞ്ഞാൽ സെമിനാരിയിലൊക്കെ പോയി പഠിച്ച് പിന്നെ PhD ഒക്കെ എടുത്ത് പോസ്റ്റ് ഡോക്ക് ഒക്കെ ചെയ്ത് വളരെ പ്രൊഫഷണൽ ആയിരിക്കുന്ന ചില മനുഷ്യര് ചെയ്യേണ്ട ഒരു കാര്യം എന്ന അർത്ഥത്തിലല്ല ഇതിനെക്കുറിച്ച് പറയുന്നത്. മറിച്ച് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച്, നിങ്ങളിലുള്ള പ്രത്യാശ. ഈ ലേഖനം പത്രോസ് അപ്പോസ്തലൻ എഴുതുന്നത് ഗലാത്യയിലും പന്തോസിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥുനയിലും ചിതറിപ്പാർക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അന്നത്തെ ലോകത്തിലെ ചിതറിപ്പാർക്കുന്ന ഓൾ നേഷൻസ്, എല്ലാ രാജ്യങ്ങളിലും കിടക്കുന്ന അസംഖ്യമായിരിക്കുന്ന വിശ്വാസികളോട് പത്രോസ് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങൾ പൊളിറ്റിക്സ് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതിവാദം പറയണം, വെറുതെ മിണ്ടാതെ പോകരുത്, ലജ്ജിച്ച് തല താഴ്ത്തരുത്. മറിച്ച് യു ഹാവ് ടു മേക്ക് യുവർ ഓൺ ഡിഫൻസ്. നിങ്ങളുടെ ഡിഫൻസ് നിങ്ങൾ ക്ലിയർ ആക്കണം എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പൊ അത് ഏത് വിഷയത്തെക്കുറിച്ചാണ് വരുന്നത്? പ്രത്യാശയെക്കുറിച്ചാണോ ചോദിക്കുന്നത്? ക്രിസ്തുവിന്റെ റിസറക്ഷനെ കുറിച്ചാണോ ചോദിക്കുന്നത്? ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചാണോ? അതിൻ്റെ എഫിക്കസിയെ പ്രയോജനക്ഷമതയെക്കുറിച്ചാണ്? എന്തിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഒരു എഴുത്തുകാരൻ പറഞ്ഞത്, മരണവും ജീവനും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് പൊളിറ്റിക്സ്. ഞാനിവിടെ വീട്ടിലിരുന്ന് കസേരയിൽ സുഖമായിട്ടിരുന്ന് ലാപ്പിന്റെ മുമ്പിലിരുന്ന് പറയുന്നു, നിങ്ങളും നിങ്ങളുടെ വീടുകളിലെ സൗകര്യങ്ങളിലെ സുഖമായിട്ടിരുന്നത് കേൾക്കുന്നു. പക്ഷെ അക്കാലത്തെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ചിലപ്പോൾ കൊലമരത്തിന് മുമ്പിൽ ചെന്ന് നിർത്തിയായിരിക്കും ഇത് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോർട്ട് റൂമിൽ പ്രസന്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പ്രസന്റ് ചെയ്ത്, അല്ലെങ്കിൽ അധികാരികളുടെ മജിസ്ട്രേറ്റ്സിന്റെ മുമ്പിൽ നിർത്തി ചോദിക്കും. അപ്പൊ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മാർട്ടിൻ ലൂതറിനെ പോപ്പിന്റെ കോടതിയുടെ മുമ്പായി അദ്ദേഹത്തെ പ്രസന്റ് ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ചെയ്തത് ഡിഫെൻഡ് ചെയ്തു, തന്റെ വിശ്വാസത്തെ അദ്ദേഹം ഡിഫെൻഡ് ചെയ്തു. അതൊരു വലിയൊരു പരിശ്രമമായി പോയി. അതിനെക്കുറിച്ച് അദ്ദേഹം പിന്നീട് പറഞ്ഞത്, കർത്താവായ യേശുക്രിസ്തു ഗെത്സമനിൽ അനുഭവിച്ച പോലുള്ള ഒരു മാനസിക സംഘർഷമായി പോയി തനിക്ക്. ഞാൻ ആ സ്ഥലത്തിന്റെ പേര് പിടിയിൽ മറന്നുപോയി. അവിടെ അദ്ദേഹം പ്രസന്റ് ചെയ്ത് ഈ 100 കണക്കിന് കാത്തലിക് അച്ഛന്മാരുടെയും വേദശാസ്ത്രികളുടെയും അഡ്വക്കേറ്റ്സിന്റെ ഒക്കെ മുമ്പിൽ അദ്ദേഹം നിന്ന് ഇത് പ്രസന്റ് ചെയ്തപ്പോൾ തനിക്ക് ഉണ്ടായത് എന്ന് അദ്ദേഹം പറയാനായിട്ടിടയായി. അത് പ്രിയമുള്ളവരെ, അങ്ങനെ വളരെ എളുപ്പമുള്ള ഒരു സാഹചര്യത്തിലല്ല ഈ മനുഷ്യരൊന്നും പൊളിറ്റിക്സ് പ്രാക്ടീസ്. അവരുടെ കയ്യിൽ എപ്പോഴും ലെക്സിക്കനും കമന്ററിയും പൊളിറ്റിക്സിന്റെ ടെക്സ്റ്റ് ബുക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ അവരുടെ ഹൃദയത്തിലായിരുന്നു.
പ്രധാനമായിട്ട് അവർ ഉപയോഗിച്ച ദൈവത്തിന്റെ വചനമാണ്. അങ്ങനെ അവർ ഉപയോഗിച്ച് അത് ചെയ്തു. അത് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനിയും അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ അദ്ദേഹം ഒരു ഫൈനസ്റ്റ് അപ്പോളജിസ്റ്റ് ആയിരുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. ഫൈനസ്റ്റ്, അതിനേക്കാൾ നല്ലൊരു അപ്പോളജിസ്റ്റ് ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഏതൊരു കൾച്ചറിലും ഏതൊരു ഫിലോസഫിയിലും സോക്രട്ടീസോ പ്ലേറ്റോയോ ഒന്നും അത്രയും നല്ല ഫൈനസ്റ്റ് അപ്പോളജിസ്റ്റുകളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പിന്നീട് സഭാചരിത്രത്തിൽ നോക്കി എത്രയോ മനുഷ്യര്, അഗസ്റ്റിൻ അങ്ങനെയുള്ള ആളായിരുന്നു, തെർത്തുല്യൻ അങ്ങനെയുള്ള ആളായിരുന്നു, പിന്നെ അങ്ങനെ ഒത്തിരി മനുഷ്യര് അതുപോലുള്ള കാറ്റഗറിയിൽ വരുന്ന മനുഷ്യരായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോസ്തല പ്രവൃത്തികളുടെ 26-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായം 2-ാമത്തെ വാക്യത്തില് അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാക്ടീസ് നമുക്ക് കാണാം. അഗ്രിപ്പ രാജാവേ, യഹൂദന്മാർ എന്റെ മേൽ ചുമത്തുന്ന എല്ലാ കുറ്റങ്ങളെയും കുറിച്ച് ഇന്ന് തിരുമുമ്പാകെ പ്രതിവാദിപ്പാൻ ഇടവന്നതുകൊണ്ട്. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് രാജാക്കന്മാരുടെ മുൻപിൽ അപ്പോളജിറ്റിക്സ് പ്രാക്ടീസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ പ്രതിവാദം പറഞ്ഞു. ക്രിസ്ത്യാനിറ്റിയുടെ പ്രതിവാദം, തന്റെ വിശ്വാസ വിഷയങ്ങളെക്കുറിച്ച്, അതിൻ്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച്, അതിൻ്റെ ശരിയെക്കുറിച്ച് അദ്ദേഹം ധൈര്യപൂർവം ശക്തമായി ലജ്ജ കൂടാതെ അദ്ദേഹം അത് പ്രസന്റ് ചെയ്തു. അതാണ് അപ്പോസ്തലൻ പറഞ്ഞത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അപ്പൊ അദ്ദേഹം ഈ ക്രിസ്ത്യൻ ഫെയ്ത്തിനെ പ്രസന്റ് ചെയ്യുന്നതിൽ അദ്ദേഹം ഒട്ടും ലജ്ജിക്കപ്പെട്ടില്ല. ലജ്ജയുടെ ഒരു ഫേസിലല്ല അദ്ദേഹം സംസാരിച്ച്, മറിച്ച് വളരെ സന്തോഷത്തോടും വളരെ ധൈര്യത്തോടും കൂടെ അദ്ദേഹം അത് പ്രസന്റ് ചെയ്തു. 22-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് കാണാം. 22-ാം അപ്പോസ്തല പ്രവൃത്തികൾ 22-ാം അധ്യായം 1-ാം വാക്യം. സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ളവരെ, എനിക്ക് ഇന്ന് നിങ്ങളോടുള്ള പ്രതിവാദം കേട്ടുകൊള്ളു. എനിക്ക് ഇന്ന് നിങ്ങളോടുള്ള പ്രതിവാദം കേട്ടുകൊള്ളു. അപ്പം എന്നിട്ട് അദ്ദേഹം എബ്രായ ഭാഷയിൽ വലിയൊരു സമൂഹത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് തന്റെ പ്രതിവാദം പറയുകയാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം മുന്നമേ കൂട്ടി നോട്ട്സ് ഒക്കെ തയ്യാറാക്കി പോയിന്റ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്ന് പറയുന്നതല്ല. അദ്ദേഹത്തെ ജനക്കൂട്ടത്തിന്റെ മുൻപിൽ പിടിച്ചു നിർത്തി. അപ്പൊ അദ്ദേഹം അവരോട് സംസാരിച്ചു. അത് പ്രീ മെഡിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്കോഴ്സ് ആയിരുന്നില്ല, മറിച്ച് നമ്മൾ പറയില്ലേ, പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ കൂടാതെ ഉള്ള ഒരു പ്രസന്റേഷൻ. അത് അദ്ദേഹം നന്നായിട്ട് ചെയ്തു എന്ന് പറയും. എല്ലാ ദിവസവും ഇതൊക്കെ തന്നെയാണ് പണി. അതുകൊണ്ട് ഒരു വലിയ ഒരുക്കമൊന്നും കൂടാതെ തന്നെ തനിക്കതൊക്കെ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ പറയുന്നത് 100 കണക്കിന് അല്ലെങ്കിൽ 1000 മനുഷ്യർ കൂടിയതിന്റെ മധ്യത്തില് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തന്റെ വിശ്വാസത്തെ കുറിച്ചുള്ള പ്രതിവാദം പറഞ്ഞു. അപ്പൊ ഇമോഷണലായിട്ട് എന്തെങ്കിലും പറയുകയല്ല ചെയ്തത്, മറിച്ച് അദ്ദേഹം വളരെ ലോജിക്കലി, വളരെ ബുദ്ധിപൂർവം ക്രിസ്തീയ വിശ്വാസത്തെ അദ്ദേഹം അവരുടെ മുൻപിൽ പ്രതിവാദിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. 24-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തില് ഫെലിക്സിന്റെ മുൻപാകെ അദ്ദേഹം ഇത് ചെയ്യുന്നുണ്ട്. 24-ാം അധ്യായം 10-ാം വാക്യം. സംസാരിക്കാമെന്ന് ദേശാധിപതി ആംഗ്യം കാട്ടിയാറെ പൗലോസ് ഉത്തരം പറഞ്ഞത്, ഈ ജാതിക്ക് നീ അനേക സംവത്സരമായി ന്യായാധിപതിയായിരിക്കുന്നു എന്ന് അറിയുകൊണ്ട് എന്റെ കാര്യത്തിൽ ഞാൻ ധൈര്യത്തോടെ പ്രതിവാദം ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അവിടെയും പ്രതിവാദം അദ്ദേഹം ചെയ്യുകയാണ്. അപ്പൊ പൗലോസിനെ വിളിച്ച സമയത്ത് പറഞ്ഞത്, നീ രാജാക്കന്മാരെ നാടുവാഴികളുടെ മുൻപാകെ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടതാകുന്നു എന്ന് പ്രൊഫറ്റിക്കായിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ അത് കേവലം ഒരു സുവിശേഷം ഷെയർ ചെയ്യുന്ന ഒരു നില എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഒരു കോർട്ട് റൂമിൽ ഒഫീഷ്യലായിരിക്കുന്ന ഫോറത്തിന്റെ മുൻപിൽ നിന്ന് അപ്പോളജറ്റിക്സ് അതിൻ്റെ ഫോർമാലിറ്റിയിൽ തന്നെ അദ്ദേഹം പ്രസന്റ് ചെയ്തു. അതിനുള്ള പരിശീലനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, അദ്ദേഹം അത് പഠിച്ചിരുന്നു. മാത്രമല്ല ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഈ പറയുന്ന ഗ്രീക്ക് ഫിലോസഫേഴ്സ് അപ്പോളജറ്റിക്സ് പ്രാക്ടീസ് ചെയ്തിരുന്നു. അവരുടെ ആശയങ്ങൾ സാധൂകരിക്കാനും അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുമായിട്ട് അവര് വളരെ അതിൻ്റെ നിയമങ്ങളൊക്കെ വെച്ച് അവർ നന്നായിട്ട് അത് ചെയ്തിരുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും അതുപോലെ ശേഷം മറ്റനേക ദൈവദാസന്മാരും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അവർ ക്രിസ്തീയ വിശ്വാസത്തെ ചലഞ്ച് ചെയ്ത സമയങ്ങളിൽ അവരെന്ത് ചെയ്തു? അവർ വളരെ സമർത്ഥമായ വിധത്തിൽ ഇതിനെ അവർ ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും.
അപ്പൊ അവർ പ്രാർത്ഥിച്ചു, അവർ ജയിലിൽ പോയി, അവർ കഷ്ടം സഹിച്ചു, പലപ്പോഴും കൊള്ളയടിക്കപ്പെട്ടു, പലപ്പോഴും ഉപദ്രവിക്കപ്പെട്ടു. പക്ഷെ അവിടെയൊക്കെ എങ്കിലും അവരെന്ത് ചെയ്തില്ല, ഇതൊന്നും ശരിയാവില്ല, മുന്നോട്ട് പോകാൻ അത് വലിയ പ്രയാസമാണ് എന്നൊന്നും പറഞ്ഞ് അവർ നിരാശപ്പെട്ടില്ല. പിന്നെ എന്ത് ചെയ്തു? പരിശുദ്ധാത്മ ശക്തിയിൽ കർത്താവിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് അവര് എന്ത് ചെയ്തു? അവര് ക്രിസ്തീയ വിശ്വാസത്തെ അവര് ശക്തമായി പറഞ്ഞു. അപ്പൊ പറഞ്ഞ സമയങ്ങളിലെല്ലാം ക്രിസ്ത്യാനികൾക്ക് ഫ്രീഡം കിട്ടി, ക്രിസ്ത്യാനികൾക്ക് പെർസിക്യൂഷനിൽ നിന്ന് ഒഴിവ് കിട്ടി എന്നൊന്നും ചിന്തിക്കണ്ട. ഒരു വശത്ത് ഡിഫൻസ് നടക്കുന്നു, ഒരു വശത്ത് ജയിലിൽ പോകുന്നു, കൊല ചെയ്യപ്പെടുന്നു, കോൺഫിസ്കേഷൻ നടക്കുന്നു, പല പല കാര്യങ്ങൾ നടക്കുന്നു. പക്ഷേ ദൈവമക്കളും ദൈവദാസന്മാരും എന്ത് നിർത്തിയില്ല? അവരുടെ അധ്വാനം നിർത്തിയില്ല. അവസാനം അത് ഫലം കണ്ടു എന്ന കാര്യം നമുക്ക് അറിയാം. അപ്പം അപ്പോളറ്റിക്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് ഒന്നും കണ്ടില്ലെന്ന് വിചാരിച്ച് നമ്മൾ തളർന്നും മടുത്തും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കർത്താവ് വിജയം നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. പാതാള ഗോപുരങ്ങൾ സഭയെ ജയിക്കുകയില്ല എന്ന വലിയ പ്രോമിസ് നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉണ്ടാകുന്ന ചില സെറ്റ് ബാക്കുകളും ചില പരാജയങ്ങളും ഒന്നും കണ്ട് നമ്മൾ അങ്ങനെ ഭാരപ്പെട്ടൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടിന്യൂ ടു ഡു അവർ ബാറ്റിൽ. അത് ചെയ്തുകൊണ്ടിരിക്കുക. വിജയം നമുക്ക് അവകാശപ്പെട്ടതാണ്. മാത്രമല്ല നമ്മുടെ വിജയം എന്ന് പറയുന്ന അഷ്വേർഡാണ്, നമുക്ക് ഉറപ്പിച്ച് തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പരാജയപ്പെടാനായിട്ട് വിളിക്കപ്പെട്ടവരല്ല, നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും, അതിന് സംശയമൊന്നുമില്ല. 25-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലും പൗലോസ് ഇതേ ആശയം പറയുന്നുണ്ട്. പൗലോസോ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തോടാകട്ടെ, ദൈവാലയത്തോടാകട്ടെ, കൈസരോടാകട്ടെ ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പ്രതിവാദിച്ചാറേ ആ കുറ്റങ്ങളെ തെളിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ അവിടെ പൗലോസ് പൊട്ടിക്കരഞ്ഞ് എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഭാരപ്പെടുകയില്ല, മറിച്ച് പ്രതിവാദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഡിഫെൻഡ് ചെയ്തു. ഞാൻ രാജ്യത്തിനെതിരെയോ സംസ്കാരത്തിനെതിരെയോ നീതിക്കെതിരെയോ ന്യായത്തിനെതിരെയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് എന്താണ്? സിംപ്ലി പ്രസന്റഡ് ദ ഗോസ്പൽ ട്രൂത്ത്. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ദോഷമായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള ആർജവവും ധൈര്യമൊക്കെ അപ്പോസ്തലനുണ്ടായിരുന്നു. ദൈവം അതിനെ മാനിച്ചു എന്ന് ചരിത്രം നമ്മളെ പറഞ്ഞു തരികയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വാക്യങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ അപ്പോസ്തലന്മാരും വിശ്വാസികളും ഒക്കെ അപ്പോളറ്റിക്സിനെ ഉപയോഗിച്ച ആളുകളാണ്. വിശ്വാസത്തിന്റെ പ്രതിവാദം പറഞ്ഞ ആളുകളാണ്. ഓടി ഒളിച്ച മനുഷ്യരല്ല, ഇട്ടേച്ചു പോയ ആളുകളല്ല, മറിച്ച് അവര് നല്ല ഒരു ശുശ്രൂഷ, നല്ലൊരു അധ്വാനം ഈ വിഷയത്തിൽ ചെയ്തു. ജസ്റ്റിൻ മാർട്ടിയർ എന്നൊക്കെ പറയുന്ന ദേവദാസിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അദ്ദേഹമൊക്കെ മാർട്ടിയറായി, അതുകൊണ്ടാണ് ജസ്റ്റിൻ മാർട്ടിയർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അവരൊക്കെ അപ്പോളറ്റിക്സിനെ നന്നായി ഉപയോഗപ്പെടുത്തി അതിൻ്റെ എല്ലാ വേദശാസ്ത്രപരമായ വശങ്ങളും താത്വികമായ വശങ്ങളും ഒക്കെ പഠിച്ച് അവരുടെ ലെവൽ ബെസ്റ്റ് അവർ ചെയ്തു. അവരൊരു കോംപ്രമൈസിനും തയ്യാറായില്ല എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അനേക മനുഷ്യരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് അക്കാലത്ത് ക്രിസ്തീയ വിശ്വാസം ഉറപ്പിക്കപ്പെട്ടതും അത് മുന്നോട്ട് പോയതും അതിൻ്റെ ജൈത്രയാത്ര നടത്തിയതും ഇന്നും അത് മുന്നോട്ടാണ് പോകുന്നത്. കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളുടെ നാവൊക്കെ അടങ്ങിപ്പോയി, അവരുടെ ശബ്ദമൊക്കെ നിലച്ചുപോയി. അവരെ സൈലൻസ് ചെയ്യാനായിട്ട് വാസ്തവത്തിൽ അപ്പോളജിസ്റ്റുകൾക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ മുൻപിൽ നാം കണ്ടുപഠിക്കേണ്ട ഒരു മാതൃക തന്നെയാണ്, സംശയമൊന്നുമല്ല. ക്രിസ്ത്യൻ അപ്പോളറ്റിക്സിനെ കുറിച്ച് ഒരു ദേവദാസൻ പറഞ്ഞ ഒരു നിർവചനം, ഒത്തിരി നിർവചനങ്ങളൊക്കെ ഉണ്ട്, ഞാനതെല്ലാം എഴുതി തയ്യാറാക്കിയില്ല. ഒത്തിരി നിർവചനങ്ങൾ പറഞ്ഞ് ഇതൊരു വലിയൊരു സംഭവമാക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് ഈസ് ആൻ ആർഗ്യൂഡ് റാഷണൽ അപ്പോളജി. എന്ന് പറഞ്ഞാൽ ചുമ്മാ എന്തെങ്കിലും പറയല്ല, പുട്ടിങ് ഫോർവേഡ് ആർഗ്യുമെന്റ്സ് റാഷണലി, യുക്തിസഹമായി ആർഗ്യുമെന്റ്സുകൾ മുന്നോട്ട് വെക്കുകയാണ്. അങ്ങനെ വെച്ച് നമ്മുടെ പ്രതിവാദം, ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രതിവാദം പ്രസന്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ക്രിസ്ത്യൻ അപ്പോളറ്റിക്സ് എന്ന് പറയുന്നത്. അതെല്ലാ വിശ്വാസികൾക്കും പറ്റും, പുരുഷന്മാർക്കും പറ്റും, സ്ത്രീകൾക്കും പറ്റും, ചെറുപ്പക്കാർക്കും ഒക്കെ പറ്റുന്ന കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ലെവലിൽ പറ്റില്ല, പക്ഷെ നമുക്കൊരു ലെവലുണ്ട്. ആ ലെവലിൽ നമുക്കൊക്കെ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അതിൻ്റെ പ്രാക്ടീസസ് സുവിശേഷം പറയുന്ന വിശ്വാസികളൊക്കെ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അനുദിന ജീവിതത്തിൽ ഇതിൻ്റെ പ്രാക്ടീസാണല്ലോ. കാത്തലിക്സിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ നമ്മളെ മാലയിട്ട് സ്വീകരിക്കുമോ? ഇല്ല. ഹിന്ദുക്കളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ സ്വീകരിക്കുമോ? മുസ്ലിങ്ങൾ സ്വീകരിക്കുമോ? എത്തിയസ്റ്റുകൾ ഒന്നുമില്ല.
കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാർ നമ്മളെ മാലയിട്ട് സ്വീകരിക്കുക, സുവിശേഷം പറയാം, ഒരിക്കലും ഇല്ല. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഒരു ലെവലിൽ ഈ അപ്പോളറ്റിക്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഉണ്ട്. പിന്നെ ചില സഹോദരങ്ങള് എന്താണ് വിശ്വാസിയാണെന്ന് മിണ്ടുപോലും ഇല്ല, ഒരക്ഷരം മിണ്ടില്ല, വിശ്വാസികളാണെന്നുള്ള ഐഡന്റിറ്റി അവർ റിവീൽ ചെയ്യില്ല. കാരണം അത് വലിയ ഭാരിച്ച ഒരു പണിയാണ് അവർ പറയുന്നത്. അത് പറഞ്ഞത് ശരിയാണെങ്കിൽ നമ്മുടെ അടിസ്ഥാനങ്ങൾ അവന്മാർ ഇളക്കും, അതുകൊണ്ട് മിണ്ടാതിരുന്നേക്കാണെങ്കിൽ നല്ലതാണ്. സർക്കാർ ഓഫീസുകളിൽ മറ്റ് പല സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന പലരും മിണ്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മിണ്ടിയ പണിയാണ്, വലിയ പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിതം കൊണ്ടും അപ്പോലോഗിയ അത് നടത്തണം, പിന്നെ പ്രവൃത്തി എന്താണ് വാക്കുകൊണ്ട് നടത്തണം, രണ്ടും പല സമയത്തും ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ നല്ലത് സൈലൻസ് ആണ്, മിണ്ടാതിരിക്കുക എന്നാണ് പല ആളുകളും അങ്ങനെ ചിന്തിക്കുന്നത്. പ്രിയമുള്ളവർ, എന്നാൽ നാം അങ്ങനെ ചിന്തിക്കാനായിട്ട് ഒരിക്കലും പാടില്ല. മയേഴ്സ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന പ്രസ്താവന എനിക്ക് ഒത്തിരി ഹൃദ്യമായിട്ട് തോന്നി. അപ്പൊ അദ്ദേഹം പറയുന്നത്, അപ്പോളജിസ്റ്റുകൾ മിണ്ടാതിരിക്കുമ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സൈലന്റ് ആക്കി കളയുകയാണ്, മിണ്ടാതാക്കി കളയുകയാണ്. അതാ ചെയ്യുന്നത്. വാസ്തവത്തിലെ വിശ്വാസികൾ അപ്പോളറ്റിക്സ് പ്രാക്ടീസ് ചെയ്യാതിരിക്കുമ്പം വി ആർ സൈലൻസിങ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ നിശബ്ദമാക്കി കളയുകയാണ്. അതിനെക്കുറിച്ച് പുറകുവശം വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാൻ, നമുക്ക് പറയേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ കാലികമാണ് എന്ന കാര്യത്തെ സംബന്ധിച്ച് രണ്ടു വട്ടം പറയാനായിട്ടില്ല. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇത് തന്റെ ശുശ്രൂഷയിൽ ഉടനീളം ഉപയോഗിച്ചു. അദ്ദേഹം തെസ്സലോനിക്കയിൽ അപ്പോളറ്റിക്സ് പ്രാക്ടീസ് ചെയ്തു. 17-ാം അധ്യായം 2-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ 17:2. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശാബത്തുകളിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. അപ്പോലോഗിയ. അപ്പൊ അവരോട് വാദിച്ചെന്ന് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രിസ്ത്യാനിറ്റിയാണ് ഏക പരിപാടി. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട വേറൊരു പരിപാടിയില്ല. ഇതാണ് യുണീക്കായിരിക്കുന്ന ഒരു വേ. ജാതികളുടെ ഫിലോസഫികളും ജാതികളുടെ ദൈവങ്ങളും ജാതികളുടെ മാർഗങ്ങളും എല്ലാം വെറും ഫൂളിഷ്നെസ് ആണ്. അതിനകത്തൊന്നും ദൈവത്തിന്റെ അംഗീകാരമുള്ള കാര്യമല്ല എന്ന കാര്യം അദ്ദേഹം വളരെ ഗൗരവമായി അവരുമായിട്ട് വാദിച്ചു. എന്ന് പറഞ്ഞാൽ, നമ്മൾ വീടുകളിൽ സുവിശേഷം പറയാൻ ചെല്ലുമ്പം താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു നമ്മൾ പോയി ഒരു ട്രാക്ട് കൊടുത്തിട്ട് അതൊന്നും അപ്പോളറ്റിക്സ് ആയെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യുന്ന പറയുന്നത്, ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ഇവിടെ യഹൂദന്മാരോടാണ് വാദിച്ചത്. യഹൂദന്മാര് ദൈവത്തിന്റെ കാര്യപരിപാടിപ്പെട്ട ആളുകളാണ്. പഴയ നിയമമുണ്ട്, ദൈവാലയമുണ്ട്, പരിച്ഛേദനയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അവരുടെ ആർഗ്യുമെന്റ്സും പറയുന്നത് ഭയങ്കരമായിരിക്കും. പക്ഷെ അപ്പോസ്തലനായ പൗലോസ് എന്ത് ചെയ്തു? അപ്പോസ്തലനായ പൗലോസ് അവരുടെ ഈ 39 പുസ്തകങ്ങളും പരിച്ഛേദനയും ദൈവാലയം എന്നുള്ള വാക്കും അബ്രഹാമും ഒന്നും കണ്ട് താന് പേടിച്ചൊന്നും പോയില്ല. അവരോട് ദൈവവചന സത്യങ്ങളെ ആധാരമാക്കി അവരോട് എന്ത് ചെയ്തു? തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചെന്ന്. അവരെ തിരുവെഴുത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കൊണ്ടുവന്ന അതേ പുസ്തകം ഉപയോഗിച്ച് പൗലോസ് അപ്പോസ്തലൻ അവരെ നിശബ്ദമാക്കി കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ആ പുസ്തകം ഉപയോഗിച്ച് ക്രിസ്ത്യൻ ഫെയ്ത്തിനെ അദ്ദേഹം എന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്തൊരു ഭയങ്കരമല്ലേ! വെട്ടാൻ വന്നവന്റെ വാള് പിടിച്ചു മേടിച്ചിട്ട് അവനെ വെട്ടി എന്ന് പറയുന്ന പോലുള്ളൊരു പരിപാടി. അപ്പം അത് പൗലോസ് വളരെ സമർത്ഥമായിട്ട് ചെയ്തു. തെസ്സലോനിക്കയിൽ അത് ചെയ്തു, ഏഥൻസിൽ അത് ചെയ്തു. 17-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു. അവിടെയും പറയുന്നത് ഡയലോഗിയ എന്ന് പറയുന്ന പദമാണ്. അപ്പൊ അവിടെയൊക്കെ അദ്ദേഹം സംഭാഷിച്ചു പോന്നു. പറഞ്ഞാൽ കാഷ്വലി ഹലോ ഹൗ ആർ യു എന്ന് പറഞ്ഞിട്ട് പോയതായിട്ട് ചിന്തിക്കണ്ട. അദ്ദേഹം പറയുന്നത് പോലെയൊക്കെ പറഞ്ഞു. ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച്, അതിൻ്റെ ഔന്നത്യത്തെക്കുറിച്ച്, അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഒക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞു, പറയാതിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രിയമുള്ളവർ അനേകം ഈ വിശ്വാസത്തിലേക്ക് വന്നത്, വിശ്വാസത്തിലേക്ക് വരാനായിട്ടിടയായിരുന്നു. അപ്പൊ അത് പറയുമ്പോൾ അതിന്റെ മറുവശം ഞാൻ പറയട്ടെ, അപ്പോളറ്റിക്സ് ആരെയും വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ വീണ്ടും ജനിപ്പിക്കുന്ന ഒന്നുമില്ല. വീണ്ടും ജനിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പിന്നെ അപ്പോളജറ്റിക്സിന്റെ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ചില സമയങ്ങളിൽ എതിരാളികളെ നിശബ്ദരാക്കി കളയാം. അവരുടെ ആർഗ്യുമെന്റ്സിന്റെ മന ഒടിച്ചു കളയാനായിട്ട് പറ്റും. അവര് പിന്നെ ഈ വഴിക്ക് വരാതെ, ഇപ്പം കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾക്ക് പറ്റിയതുപോലെ ഇനി അധികം ബാധിക്കാൻ പോകാതിരിക്കുക നല്ലതെന്ന് അവർക്ക് മനസ്സിലായി.
ഇത് എന്താണ് സെയിന്റ് തോമസ് അക്വീനാസ് അദ്ദേഹത്തിന്റെ കാലത്ത് ചെയ്തെന്നാണ് പറയുന്നത്. അതുപോലെ വേറെയും പല വേദശാസ്ത്രികൾ പൗരാണിക കാലത്തെ ആളുകൾ ചെയ്തു. ദീർഘവർഷങ്ങളിലേക്ക്, നൂറ്റാണ്ടുകളിലേക്ക് തന്നെ അക്കാലത്തെ പല ഇസ്ലാമിസ്റ്റുകളും പിന്നീട് സംസാരം മതിയാക്കി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയാത്ത വിധത്തിൽ കോംപ്രിഹെൻസീവായിട്ട് അവരുടെ വായ അടച്ചു മൂടിക്കിട്ടും. നമുക്കറിയാം അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന ഒത്തിരി നല്ല ഏബിളായിട്ടുള്ള നല്ല ഭക്തന്മാരായിരിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അവരത് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് എന്ന കാര്യം നമുക്കറിയാം. കൊരിന്തിലെ പൗലോസ് അപ്പോസ്തലൻ അതുപോലെ ചെയ്തു. 18-ാം അധ്യായം 4-ാം വാക്യം. എന്നാൽ ശബത്ത് തോറും പള്ളിയിൽ സംവദിച്ചു, യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു എന്നാണ് പറയുന്നത്. എഫെസോസിൽ അദ്ദേഹം ചെയ്തു. അപ്പോസ്തലപ്രവൃത്തികൾ 19-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെ കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. അപ്പൊ ഇവിടെയൊക്കെ അദ്ദേഹം ഈ അപ്പോളറ്റിക്സ് നന്നായിട്ട് പ്രാക്ടീസ്. അപ്പോളറ്റിക്സിനെ സെമിനാരികളുടെ അല്ലെങ്കിൽ എന്താണ് ഗമാലിയലിന്റെ പാദപീഠം എന്ന് പറഞ്ഞ വിഖ്യാതമായ സ്കൂളിലെ റൂംസിൽ നിന്ന് അദ്ദേഹം അത് എടുത്ത് സുനഗോഗുകളിലേക്കും കവലകളിലേക്കും ചന്തസ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകും. അതാണ് തന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്താണ് ആംചെയർ തിയോളജിയൻസിനുള്ളതായിരിക്കുന്ന ഒരു ശുശ്രൂഷയല്ല. സുവിശേഷ വേല ചെയ്യുന്ന, സുവിശേഷം പറയുന്ന, വിശ്വാസത്തിന് വേണ്ടി അധ്വാനിക്കുന്ന, വിയർപ്പൊഴുക്കുന്ന മനുഷ്യരുടെ ശുശ്രൂഷയാണ് ശരിക്കും എന്താണ് അപ്പോളറ്റിക്സ് എന്ന് പറയുന്നത്. അത് നമ്മളാ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് എന്താണ് സ്കോളേഴ്സ് ആയിട്ടുള്ള വലിയ വലിയ മനുഷ്യരുടെ കോൺട്രിബ്യൂഷൻസിനെ നിസ്സാരവൽക്കരിച്ചൊന്നും അല്ല പറയുന്നത് കേട്ടോ. അവര് നന്നായിട്ട് ചെയ്ത് എത്രയോ മനുഷ്യർ ഉണ്ട്. ഫ്രാൻസിസ് ഷേഫറും ക്ലാർക്ക് പിന്നോക്കും അങ്ങനെയൊക്കെ പല ആളുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. കൊർണേലിയസ് വാൻഡിൽ ഇവരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ എത്ര വലിയ കാര്യങ്ങളാണ് ചെയ്തത്. അപ്പൊ അവരൊക്കെ ചെയ്ത കാര്യങ്ങളുടെ ചെറിയ ചെറിയ പ്രതിഫലനങ്ങളും ആശയങ്ങളും വാക്കുകളും ഒക്കെയാണ് നമ്മളെപ്പോലുള്ള ആളുകൾ ഇരുന്ന് പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പം പ്രതിഫലിക്കട്ടെ. പ്രിയമുള്ളവരെ, വലിയൊരു കാര്യം. അപ്പൊ ഇത് വലിയ മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ശുശ്രൂഷയല്ല. ഇത് ചന്തസ്ഥലത്തേക്കും, ഇത് ചായക്കടകളിലേക്കും, ഇത് സ്കൂളിലെ ക്ലാസ് റൂമുകളിലേക്കും, ഓഫീസുകളിലേക്കും, സഹോദരിമാർ ഒരുമിച്ച് കൂടുന്നിടത്തേക്കും ഒക്കെ ഇത് എത്തിക്കണം. അങ്ങനെ എത്തിക്കുന്നതാണ് വിജയം. അത് ആദ്യത്തെ 200 വർഷങ്ങളിൽ അത് വിശ്വാസികൾ നന്നായി ചെയ്തു എന്ന് മൈക്കിൾ ഗ്രീൻ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വലിയൊരു ചരിത്രകാരനും എഴുത്തുകാരനും ഒക്കെയാണല്ലോ. അപ്പൊ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ചെയ്ത കാര്യം എന്ന് 19:8 വായിക്കുന്നത് സംവാദിച്ചും സമ്മതിപ്പിച്ചും എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡയലോഗ് നടത്തി. അത് മാത്രമല്ല പെർസ്വേഡഡ്, പെയ്ത്തോ എന്ന് പറഞ്ഞാൽ അവരെ സമ്മതിപ്പിച്ചു. അവരോട് പറഞ്ഞു, ഒന്ന് ഡിഫെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ക്രിസ്ത്യാനിറ്റി, ദിസ് ഈസ് ദ യുണീക്നെസ് ഓഫ് ക്രിസ്ത്യാനിറ്റി, ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ നിസ്തുല്യത എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങളത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ദൈവരാജ്യത്തെ കുറിച്ചുള്ള സത്യങ്ങള് പറഞ്ഞു സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട്. അപ്പം അതും ഒരു കലയാകട്ടോ. ചില ആളുകളെ സുവിശേഷം പറഞ്ഞേച്ചാൽ നിനക്ക് വേണമെങ്കിൽ സ്വീകരിച്ചോ, വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാൽ വരും. പൗലോസ് അങ്ങനെയായിരുന്നില്ല. പൗലോസ് ഡിഫെൻഡ് ചെയ്തു. ആളുകളുടെ ഹൃദയത്തെ തുറക്കാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടു. കർത്താവ് അതാണല്ലോ ചെയ്യുന്നത്. അത് വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അപ്പൊ ഇവിടെ സംവാദവും കഴിച്ചു, സമ്മതിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ പെർസ്വേഡ് ചെയ്തു ആളുകളെ. നിങ്ങൾ ഈ ദൈവരാജ്യത്തെ കുറിച്ചുള്ള സത്യങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ചുള്ള സത്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. അപ്പം സുവിശേഷത്തെ വളരെ പ്രാഗൽഭ്യത്തോടെ പ്രസന്റ് ചെയ്യുക മാത്രമല്ല, വൈ ഡോണ്ട് യു ഓപ്പൺ ഇറ്റ്? നിങ്ങൾ എന്തിനാ നിങ്ങളുടെ ഹൃദയത്തെ തുറക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വീകരിക്കാത്തത്? നിങ്ങളത് സ്വീകരിക്കണം. അതിനുള്ള തടസ്സങ്ങൾ എന്താണ്? സ്വീകരിച്ചാൽ എത്രയോ വലിയ അനുഗ്രഹമാണ് എന്ന കാര്യം പൗലോസ് പറഞ്ഞപ്പോൾ സമ്മതിപ്പിച്ചു എന്നാ പറയുന്നത്. സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. അപ്പോൾ 3 മാസം തുടർന്ന ഒരു ശുശ്രൂഷയാണ്. അപ്പോളറ്റിക്സിന്റെ ക്ലാസ് എടുത്തു എന്നൊന്നും അല്ലാത്ത പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് വളരെ തന്മയത്വമായിട്ട് താനത് ചെയ്തു. വളരെ തന്മയത്വമായിട്ട് ചെയ്തു. എഫെസോസിലെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ, അവിടെയുള്ള ആളുകൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന വിധത്തിൽ അവരുടെ ഇടയിലെ ബ്രിഡ്ജൊക്കെ ബിൽഡ് ചെയ്തുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അത് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു.
നന്നായിട്ട് ചെയ്ത് അതിൻ്റെ നൽഫലങ്ങൾ ചരിത്രത്തിലുണ്ടായി എന്ന കാര്യം നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇത് തീർച്ചയായിട്ടും വളരെ ആവശ്യമുള്ള അനുഗ്രഹമായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഇനി ഇതിന്റെ പ്രാക്ടീസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അനുദിനം ഇത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യം തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. ഇപ്പം 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ സുവിശേഷ വേലയിൽ ഇത് അനുദിനം പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. സുവിശേഷ വേലയിൽ നമ്മൾ വായിച്ച വാക്യമാണ് 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. 1 പത്രോസ് 3:15 നമ്മൾ കണ്ടു എന്താണ്? പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. അപ്പം നമ്മളിപ്പോ ഒരു ക്ലാസ് എടുക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഒരുങ്ങിപ്പോവാം ഇന്ന വിഷയം. പക്ഷെ ചന്തസ്ഥലത്ത് തന്നെ ഒരുങ്ങിപ്പോകുന്നത് ഒരുക്കമൊക്കെ പണ്ടേ കഴിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ അവരെന്ത് ചോദ്യം ചോദിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ ആൻസർ പറയണം. സുവിശേഷത്തെ കുറിച്ചായിരിക്കാം, സഭയെ കുറിച്ചായിരിക്കാം, ഫാമിലിയെ കുറിച്ചായിരിക്കാം, രാജ്യസ്നേഹത്തെ കുറിച്ചായിരിക്കാം. നമുക്കറിയില്ല എന്താ ചോദിക്കാൻ പോകുന്നത്. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള അവരുടെ വായിൽ വരുന്നതാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ പൗലോസ് പുസ്തകം പത്രോസ് പറയുന്നത് അവര് ചോദിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ന്യായം ചോദിക്കുന്ന ഏവനോടും പ്രതിവാദം പറയാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. 24 hours അപ്പോളജിസ്റ്റ്. എപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ഈ വിശ്വാസികളുടെ കമാൻഡില് ദൈവത്തിന്റെ വചനത്തിലെ വിശിഷ്ടങ്ങളായിരിക്കുന്ന ഉപദേശങ്ങൾ വരണം എന്നാണ് പറയുന്നത്. ഏതൊക്കെ വിഷയങ്ങൾ അപ്പോളറ്റിക്സിന്റെ ഭാഗമാക്കാം എന്ന് ഞാൻ സമയമുണ്ടെങ്കിൽ പിന്നാലെ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. അത്രേ ഉള്ളൂ, ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിന്റെ പ്രായോഗികമായിരിക്കുന്ന മറ്റൊരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ള, ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയിൽ പൊളിറ്റിക്സ് ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഹിന്ദുക്കളുണ്ട്, സിഖുകാരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, കാത്തലിക്സ് ഉണ്ട്, ഓർത്തഡോക്സുകാരുണ്ട്, പിന്നെ ബുദ്ധമതക്കാരും ജൈനമതക്കാരും. അപ്പോൾ ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയിൽ പൊളിറ്റിക്സ് പ്രാക്ടീസ് ചെയ്യാതെ പറ്റില്ല, പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. നമുക്കറിയാം ഫ്രാൻസിലുള്ള ക്രൈസ്തവരെ, അവരുടെ പേര് ഞാനങ്ങ് മറന്നുപോയി, കാൽവിനിസ്റ്റുകൾ ഏതാണ്ട് 2 ലക്ഷത്തോളം ആളുകളോ 1 ലക്ഷം ആളുകളോ കൊല ചെയ്യപ്പെട്ടെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരെ വല്ലാതെ ടോർച്ചർ ചെയ്യുകയും പീഡിപ്പിക്കുകയും വിശ്വാസികളെ കൊല ചെയ്യുകയൊക്കെ ചെയ്ത കാലത്ത് ജോൺ കാൽവിൻ അവിടുത്തെ ഫ്രാൻസിലെ രാജാവിന് എഴുതിയ ഒരു ഡിഫൻസ് ആണ് ശരിക്കും ദ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ക്രിസ്ത്യൻ റിലീജിയൻ. ക്രിസ്തീയ വിശ്വാസം, ക്രിസ്തു മതത്തിന്റെ ഉള്ളടക്കം എന്താണ്? ഞങ്ങൾ രാജ്യദ്രോഹികളോ അല്ലെങ്കിൽ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന മനുഷ്യരോ അധാർമികതയെ പ്രോത്സാഹിപ്പിക്കുന്നവരോ എത്തിയിസ്റ്റുകളോ ഒന്നും അല്ല. അത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഉള്ളടക്കം ഇതാണ് എന്ന് അദ്ദേഹം തൻ്റെ ലെവൽ ബെസ്റ്റിൽ അദ്ദേഹം എഴുതി പ്രസന്റ് ചെയ്തു. അതിന്റെ ഗുണം ഇന്നും ആളുകൾക്ക് ഗുണമുണ്ട്. അത് എഴുതിയ കാലത്ത് അത്രയും പ്രയോജനമായോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പിന്നീട് വന്ന നൂറ്റാണ്ടുകളിലും വർഷങ്ങളിലും ഇത്രയും പ്രയോജനം ചെയ്ത പുസ്തകങ്ങൾ ലോകത്തിൽ വളരെ ചുരുക്കം. അത് പ്രിയമുള്ളവരെ, നമ്മളിത് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇവിടെ 19-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നമ്മൾ ഓൾറെഡി കണ്ടതാണ്. പുസ്തകത്തോടത്തുള്ള 19:9. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ, അത് നമ്മൾ വായിച്ച വാക്യമല്ല, 8 നമ്മൾ വായിച്ചത്. അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ച് തുറന്നോസിന്റെ പാഠശാലയിൽ ദിനം പ്രതി സമ്പാദിച്ചു പോന്നു. ഇത് 2 സംവത്സരത്തോളം നടക്കുക. അപ്പൊ 2 സംവത്സരം അദ്ദേഹം അപ്പോളജറ്റിക്സ് പ്രാക്ടീസ് ചെയ്ത് ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ച് ആളുകളോട് വളരെ റാഷണലായിട്ട് അദ്ദേഹം തന്റെ ആർഗ്യുമെന്റ്സ് പ്രസന്റ് ചെയ്തു. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രസന്റ് ചെയ്തു. അതിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഫലം എന്ന് പറയുന്നത്, അത് 2 സംവത്സരത്തോളം നടക്കിയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാനിടയായി. എന്ന് പറഞ്ഞാൽ അപ്പോളജറ്റിക്സിനെ ദന്തഗോപുരങ്ങളിൽ നിന്നെടുത്ത് സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് എത്തിച്ചു. അതിന്റെ ഫലം എന്തായി തീർന്നു? ഇവിടെ പറയുന്നത്, ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും
യവനന്മാരും എല്ലാം എന്ന് പറഞ്ഞാൽ മൾട്ടിറ്റ്യൂഡ്സ്, ജനസംഖ്യയുടെ വലിയൊരു പങ്ക് ആളുകള് ദൈവത്തിന്റെ വചനം കേൾക്കാനിടയായി എന്ന് പറഞ്ഞാൽ സിറ്റികള് രൂപാന്തരപ്പെട്ടു, ജീവിതങ്ങള് രൂപാന്തരപ്പെട്ട്, കൾച്ചറൊക്കെ റീഡിഫൈൻ ചെയ്തു. എന്തൊരു അത്ഭുതകരമായിരിക്കുന്ന ശുശ്രൂഷയാണ്. മൈക്കൽ ഗ്രീൻ അതിനെക്കുറിച്ച് പറയുന്ന ഫുൾ റേഞ്ച് ഓഫ് ഇന്റലക്ച്വൽ എക്വിപ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു ദൈവദാസന്റെ ശുശ്രൂഷയുടെ ക്ലൈമാക്സിലുള്ള മിനിസ്ട്രിയാണ് താൻ അവിടെ വാസ്തവത്തിൽ ചെയ്തത്. റോമാലേഖനം എഴുതിയതുപോലുള്ള എന്താണ് ദ ഫുൾ റേഞ്ച് ഓഫ് ഇന്റലക്ച്വൽ എക്വിപ്മെന്റ്, അതായിരുന്നു തൻ്റെ അപ്പോളറ്റിക് പ്രാക്ടീസ് എന്ന് പറയുന്നത്. എഫെസോസിൽ അത് ചെയ്തു, അതിന് ഫലമുണ്ടായി. ആളുകളെ ചിലപ്പം പറയും, അയ്യോ അപ്പോളറ്റിക്സ് പഠിക്കാൻ പോയി, അതിനൊക്കെ ഇപ്പം എന്താ ഇതിനകത്തും പ്രയോജനമുള്ളത്, നമുക്ക് പറ്റും പോലെയൊക്കെ പ്രാർത്ഥിച്ച് ഒക്കെ പറഞ്ഞാൽ പോരെ സഹോദരന്മാര്, പോരാ. ഒരു യുദ്ധം ഉണ്ടായാൽ കൈ കിട്ടിയ തോക്കെടുത്ത് വെടിവെച്ചാൽ മാത്രമൊന്നും നമ്മൾ ജയിക്കില്ല. തോക്ക് കൊണ്ട് മാത്രം പോരാ, നല്ല ഫൈറ്റർ പ്ലെയിൻസ് ഒക്കെ വേണം, നല്ല മിസൈൽ വേണം, നല്ല ടാങ്കുകൾ വേണം, നല്ല നേവി വേണം, എല്ലാം വേണം. എല്ലാറ്റിനും അതിൻ്റെ ഒരു റോളുണ്ട്. അപ്പൊ ഇത് ഒരു ബാറ്റിൽ ഫോർ മൈൻഡാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് നടക്കുന്നത്. പല വശങ്ങളിൽ പല ദിശകളിൽ നിന്ന് ആളുകളെ മൈൻഡിനെ കീഴടക്കാനായിട്ടുള്ള ഒരു വലിയ പെടാപ്പാടാണ് നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ 1 ഇഞ്ച് സ്ഥലം വിട്ടുകൊടുക്കരുത്, ശത്രുവിന്റെ സ്ഥലം പിടിച്ചടക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡിനെ കുറിച്ചല്ല പറയുന്നത്. ഹൃദയങ്ങളെ സ്വാധീനിക്കണമെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് അടഞ്ഞും കോംപ്രമൈസ് ചെയ്തും പ്രസന്റ് ചെയ്താലൊന്നും കാര്യമൊന്നും നടക്കില്ല. വളരെ ശക്തമായി തന്നെ അതിനെ പ്രസന്റ് ചെയ്യണം. അപ്പൊ ഒരു എഴുത്തുകാരൻ പറഞ്ഞത്, ദൈവത്തിന്റെ വചനം പഠിച്ച് അതിനെ യുക്തിസഹമായി ഫാക്ച്വലായി പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അന്യായമായ കാര്യമൊന്നുമല്ല, അതൊരു ന്യായമായിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒത്തിരി പേര് ചെയ്തതിന്റെ നന്മകളാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ അത് തീർച്ചയായിട്ടും ചെയ്യേണ്ട ആളുകൾ തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. അപ്പോളറ്റിക്സിന്റെ ദൈനംദിന പ്രാധാന്യം എന്ന് പറയുന്ന സുവിശേഷ വേലയെ കുറിച്ച് പറഞ്ഞു. അത് മാത്രമല്ല, മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയിൽ എതിരാളികളെ നിശബ്ദരാക്കണമെങ്കിൽ അത് വേണം, ആൻസർ കൊടുക്കണമെങ്കിൽ അത് വേണം, അവരെ സ്വാധീനിക്കണമെങ്കിൽ അത് വേണം. അതും മാത്രം പോരാ, നമ്മൾ വിശ്വസിക്കുന്ന സത്യങ്ങളെ പലപ്പോഴും എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പോളറ്റിക്സ് വളരെ ആവശ്യമാണ്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും, എന്നിട്ട് പറയുന്ന സ്ഥിരീകരണം, ബെബായിയോസിസ് എന്ന് പറയുന്ന ഒരു പദമാണ്. സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ ഉപദേശപരമായിരിക്കുന്ന സത്യങ്ങൾ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ സത്യങ്ങൾ, സുവിശേഷത്തിന്റെ സത്യങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ്, അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ പ്രക്രിയയില് പൗലോസ് ഒറ്റയ്ക്കായിരുന്നില്ല. ഫിലിപ്പിയരുടെ പ്രാർത്ഥനയും സ്നേഹവും കൂട്ടായ്മയും ഒക്കെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവർ, ഇതൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ ചുരുക്കം സഹോദരന്മാരായിരിക്കും മൈക്കിന്റെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ ചർച്ച് മുഴുവൻ അവരുടെ പുറകിൽ പ്രാർത്ഥനയോടും സപ്പോർട്ടോടും സ്നേഹത്തോടും കൂടെ നിൽക്കണം. എന്നാലേ പറ്റുള്ളൂ. എന്നാലേ ഈ വലിയ പോരാട്ടത്തില് ദൈവജനത്തിനെ ജയിക്കാനും വിജയക്കൊടി പാറിക്കാനും ഒക്കെ തീർച്ചയായിട്ടും സാധിക്കുള്ളൂ. അതിന് സംശയമൊന്നുമില്ല. പിന്നെ ഈ അപ്പോളറ്റിക്കൽ ടാസ്ക് എന്നൊക്കെ പറയുന്ന ചില സമയങ്ങളിൽ നമ്മൾ മടുത്തു പോകും കേട്ടോ, കഷ്ടപ്പെട്ടു പോകും. നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ വേല ചെയ്യുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന ഇടങ്ങളിൽ എല്ലാവരും നമ്മളെ സഹായിക്കുമെന്നും സഹായിക്കാൻ വരുമെന്നും സപ്പോർട്ടായിട്ട് നിൽക്കുമെന്നും ഒന്നും നമ്മൾ ചിന്തിക്കണ്ട. പൗലോസ് പുസ്തകം തന്നെ അതിനെക്കുറിച്ച് വളരെ സങ്കടത്തോടെ പറയുന്നുണ്ട്. 2 തിമോത്തി 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തില് പൗലോസ് പറയുന്നത്, എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അതൊരു വളരെ പെയിൻഫുൾ ആയിരിക്കുന്ന എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമ്മൾ ഈ വലിയ പോളിറ്റിക്സ് ഒക്കെ പറഞ്ഞ് സത്യങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കും എന്നൊക്കെ പറഞ്ഞ് രംഗപ്രവേശനം ചെയ്യുമ്പം എല്ലാ മനുഷ്യരും നമ്മുടെ ഒപ്പം നിൽക്കുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ പൗലോസ് പിന്നീട് പറയുന്നതാണ് നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന വാക്യം. അപ്പൊ പൗലോസ് പറയുന്നത്, എല്ലാവരും എന്നെ കൈവിട്ടു, പക്ഷെ കർത്താവ് കൈവിട്ടില്ലെന്നാണ് പറയുന്നത്. കർത്താവ് തുണ നിന്നു, എനിക്ക് തുണ നിന്ന് പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാൻ കണ്ടു. അപ്പൊ മനുഷ്യര് അല്ലെങ്കിൽ സഭകള് എപ്പോഴും അപ്പോളജിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല, അപ്പോളജിറ്റിക്കൽ ടാസ്കിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ
കർത്താവ് സപ്പോർട്ട് ചെയ്യും. കർത്താവ് കൂടെ നിൽക്കും, ഉറച്ചു നിൽക്കും. അവൻ നമ്മളെ ഇട്ടേച്ചൊന്നും പോവില്ല. എബ്രായ ലേഖനകാരൻ പറയും, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. നാളെ ഒരു ക്ലാസ്സിൽ പ്രാമേശ്വരം പറഞ്ഞല്ലേ, അതേപോലെ ദൈവം പറയുന്നത് ഇങ്ങോട്ട് അടുക്കരുത്, മനുഷ്യരോട് പറയാം. പക്ഷെ എന്നിട്ട് ദൈവം ചെയ്ത കാര്യം അവൻ മനുഷ്യന്റെ അടുക്കിലേക്ക് അടുത്തു വരും. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് അടുത്തു വരും, അടുത്തു വരുന്നവനാണ്, അടുത്തു വരാത്തവൻ അല്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിന്റെ പ്രായോഗികതയെ കുറിച്ച് പറയുമ്പം അനുദിന ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇതിൻ്റെതായ വലിയൊരു പ്രസക്തിയുണ്ട്. ഇക്കാലത്ത് പ്രസക്തിയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇനി ഈ ഡോക്ട്രിൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞ ഈ തദ്ദേശീയ സഭയാണ് ശരിയായിരിക്കുന്ന സഭ, നമ്മൾ പറയുന്ന ഉപദേശങ്ങളാണ് ശരി, ഇതാണ് ഇതിന്റെ ചർച്ച്, സഭാഭരണം എന്ന് പറയുന്ന മൂപ്പന്മാരാണ്, ഈ വേലയെ നയിക്കേണ്ടത് ഇങ്ങനെയുള്ള ആളുകളാണ്, പിന്നെ ഇന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്, ഇതൊക്കെ പറഞ്ഞ് ഒത്തിരി അപ്പോളജറ്റിക്കൽ വർക്ക് നമ്മുടെ ഇടയിൽ നടന്നിട്ടുണ്ട്. ഒത്തിരി. അത് അപ്പോളജറ്റിക്കൽ ടാസ്ക് ആയിരുന്നു എന്നുള്ള കാര്യം അത് അനുഭവിച്ചുകൊണ്ടിരുന്ന കാലത്ത് വിശ്വാസികൾക്ക് മനസ്സിലായില്ലെന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പം ഒത്തിരി ക്ലാസ്സുകളും ഒത്തിരി ശുശ്രൂഷകളും ഒത്തിരി IBSഉം പരിപാടിയൊക്കെ വാസ്തവത്തിൽ ഒരു അപ്പോളജറ്റിക് ടാസ്ക് ആയിരുന്നു. ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ അതിനെ അത്രത്തോളം ഫോക്കസ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ സെറ്റിൽഡ് ആണ്, എസ്റ്റാബ്ലിഷ്ഡ് ആണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ അലസരായി പോയാൽ നമ്മൾ കോംപ്രമൈസ്ഡ് ആയി പോകും, നമ്മുടെ കൈ അഴിഞ്ഞു പോകും. അപ്പൊ അങ്ങനെയല്ല, ഇത് തുടർമാനമായി നടക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങളാണ്, തുടർമാനമായി നടക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോളജറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന മനുഷ്യൻ എന്താ കൈകാര്യം ചെയ്യുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും പറയണം. ഒത്തിരി വിഷയങ്ങൾ അതിന്റെ പരിധിയിൽ വരും, ഒത്തിരി വിഷയങ്ങൾ അതിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ചുരുക്കം ചില കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ കാണിക്കാം. യൂദയുടെ ലേഖനം 3-ാം വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമാണ്. വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അത് എന്താ വിശ്വാസം എന്ന് പറയുന്നത്? ക്രിസ്ത്യൻ ട്രൂത്ത്സ് ആണ്. അപ്പൊ നമ്മൾ ക്രിസ്ത്യൻ ട്രൂത്ത്സിന് വേണ്ടി നമ്മൾ പോരാടുന്നുണ്ടോ? അത് നമ്മുടെ ഒരു ടാസ്ക് ആണോ? നമ്മൾ വിശ്വസിക്കുന്ന സഭ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ, സത്യങ്ങൾ, ബൈബിളിനെ കുറിച്ചുള്ള സത്യങ്ങൾ, അതുപോലെ ഒത്തിരി കാര്യങ്ങൾ. അതൊക്കെ ഇപ്പൊ എല്ലാവരും അങ്ങനെയൊക്കെ അല്ല ചിന്തിക്കുന്നത്. പെന്തക്കോസ്തുകാരായ എന്നെ, ബാപ്റ്റിസ്റ്റായ എന്നെ, ബ്രദറിൻകാരായ എന്നെ, എല്ലാവരും ഒക്കെ നോ പ്രോബ്ലം. അത്രയും ഒക്കെ ലാഘവത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അല്പം വഴിമാറി പോവുകയാണോ? നമ്മുടെ ആ ഉത്സാഹം കെട്ടുപോകുകയാണോ? നമ്മുടെ ഷാർപ്പ്നെസ് നഷ്ടപ്പെടുകയാണ്? നമ്മുടെ എഡ്ജ്, അതിന്റെ മൂർച്ച കുറഞ്ഞു പോകുന്നുണ്ടോ? അപ്പൊ അനുദിന ജീവിതത്തില് അപ്പോളജറ്റിക്സിന് പ്രാധാന്യം, തീർച്ചയായിട്ടും പ്രാധാന്യം. ഏതെങ്കിലും എക്സെപ്ഷണൽ വിഷയങ്ങളെ കുറിച്ചൊന്നും അല്ലാത്ത ഞാൻ പറയുന്നത്, അതിനെ നിങ്ങൾ അങ്ങനെ ധരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് അപ്പോളജറ്റിക്സ് എന്നും വേണം, എല്ലാ കാലത്തും വേണം. കണ്ണ് അടയ്ക്കാതെ ഇരിക്കേണ്ട ഒരു മേഖലയാണ് ഇത്. നമ്മൾ ഈ വെസ്റ്റിലൊക്കെയുള്ള അപ്പോളജിസ്റ്റിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ അവര് പത്രമാസികകളും പുസ്തകങ്ങളും റീസെന്റ് പബ്ലിഷിംഗ് എല്ലാവരും എപ്പോഴും ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. വായിച്ചും അപ്ഡേറ്റഡായും അതിനെക്കുറിച്ച് അവർ നിരന്തരം സംസാരിച്ചും എഴുതിയും ദൈവമക്കളെ എപ്പോഴും ജാഗ്രതയോടെ നിർത്തുവാനായിട്ട് അവര് പരിശ്രമിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മളും ചെയ്യേണ്ടതാണ്. നമ്മളെക്കുറിച്ചും ദൈവം അത് നമ്മുടെ തലമുറയിൽ ഉദ്ദേശിക്കുന്നു. ശുശ്രൂഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നമുക്ക് അപ്പോളജറ്റിക്സിന് സ്കോപ്പുണ്ട്. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, ഒരു മനുഷ്യന്റെ ശുശ്രൂഷ 9:3 അവിടെ പറഞ്ഞ്, എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാകുന്നു. അപ്പസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷയെ, ജാതികളുടെ അപ്പസ്തോലൻ എന്നുള്ള തന്റെ ശുശ്രൂഷയെ കൊരിന്ത്യർ ചോദ്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പ്രതിവാദം പറഞ്ഞു. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ചിലപ്പം നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. എന്ത് മൂപ്പനാണ്, എന്ത് വേലക്കാരനാണ്, അല്ലെങ്കിൽ എന്ത് സുവിശേഷകനാണെന്നൊക്കെ പറയുന്ന സമയത്ത് ചുമ്മാ നടക്കുകയാണ്, ഒരു പണിയില്ലാതെ നടക്കുകയാണ് എന്നൊക്കെ ആളുകൾ അവർക്കൊരു പ്രസ്താവന പറഞ്ഞാൽ മതി. പക്ഷെ ഇത് കേൾക്കുന്ന സഹോദരന്മാരുടെ ഉള്ളിൽ തകർന്നു പോയി, ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ പൗലോസ് അപ്പോസ്തലനെ അതുപോലെയൊക്കെ ആളുകൾ അറ്റാക്ക് ചെയ്ത സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഡിഫെൻഡ് ചെയ്തു. ആര് ഡിഫെൻഡ് ചെയ്തു? തന്നെ ഡിഫെൻഡ് ചെയ്തു.
അപ്പൊ അങ്ങനെയും ചില ഒക്കേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ശുശ്രൂഷയെ ആളുകൾ തകർക്കാനോ അല്ലെങ്കിൽ അതിനെ ചെറുതാക്കി കാണിക്കാനോ അതിനെ നിസ്സാരവൽക്കരിക്കാനോ ഒക്കെ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ശുശ്രൂഷയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ മാത്രമല്ല പല ദൈവമക്കളുടെയും ശുശ്രൂഷയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ഇതിനോട് യോജിച്ചു പോകുന്നതാണ്. അതുപോലെ നമുക്കെതിരെ വരുന്ന ആരോപണങ്ങൾ 2 തിമോത്തി 4:16 അപ്പസ്തലനായിരിക്കുന്ന പൗലോസിനെ കൈസറുടെ മുമ്പാകെ നിർത്തിയത് തനിക്കെതിരെ ഒത്തിരി ആരോപണങ്ങളുണ്ടായി. ആരോപണങ്ങളുടെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത് മിക്കവാറും ക്രിസ്ത്യൻസിന്റെ റിംഗ് ലീഡറാണ്, രാജ്യത്തിന്റെ സുസ്ഥിരതയെ നശിപ്പിക്കുന്നു, കൈസറുടെ രാജ്യത്വത്തെ നിഷേധിക്കുന്നു, അതോറിറ്റിയെ നിഷേധിക്കുന്നു, അവര് യേശുക്രിസ്തുവിന്റെ ലോർഡ്ഷിപ്പിനെ അംഗീകരിക്കും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വന്നല്ലോ, ഒത്തിരി വിഷയങ്ങൾ വന്നു. അപ്പൊ പൗലോസ് അപ്പോസ്തലനെതിരെ ചാർജുകൾ വന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിനെതിരെ, അദ്ദേഹം ശരിക്കും റോമൻ പൗരൻ പോലും ആണോ എന്ന് സംശയം തോന്നുന്ന വിധത്തിലെ ചാർജസ് വന്ന സമയത്ത് അദ്ദേഹം എന്ത് പറഞ്ഞു? നമ്മൾ പറഞ്ഞ വാക്യമാണ്, എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തോന്നുന്നത്. ഈ റോമില് അക്കാലത്ത് 10,000-കണക്കിന് വിശ്വാസികളുണ്ടായിരുന്നു. 1-2 ഒന്നല്ല, 10,000-കണക്കിന്. ഒരൊറ്റ വിശ്വാസി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ അപ്പോളജിസ്റ്റുകൾക്കുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ ആ ഒരു സ്പിരിറ്റും ദൈവം അവരെ ഒരുക്കി വെച്ചിരിക്കുന്ന രീതിയും അവരുടെ മെന്റൽ കൺസ്ട്രക്റ്റും ഒക്കെ ഇട്ടേച്ച് പോകുന്ന പോലെ ഒന്നുമല്ല. അവരിട്ടേച്ച് പോവില്ല, അവരെ ഉറച്ചു നിൽക്കും. അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരു രീതിയാണ്. പിന്നെ പ്രിയമുള്ളവരെ, ഉപദേശങ്ങളുടെ മുഴുവൻ കാര്യങ്ങളെയും അപ്പോളറ്റിക്സിന്റെ കീഴിലേക്ക് കൊണ്ടുവരാം. നമ്മൾ എപ്പോഴും പറയുന്ന സിസ്റ്റമാറ്റിക്കോ, ദൈവം, യേശുക്രിസ്തു, പാപം, മനുഷ്യൻ, എസ്കറ്റോളജി, എക്ലീസിയ, എല്ലാ വിഷയങ്ങളെയും നമുക്ക് ഇതിന്റെ പരിധിയിൽ കൊണ്ടുവരാം, എല്ലാ വിഷയങ്ങളും. അപ്പം മൂപ്പന്മാരൊന്നും വേണ്ട, ആരെങ്കിലുമൊക്കെ മതി, അല്ലെങ്കിൽ പാസ്റ്റർമാർ മതി എന്ന് പറയുന്നിടത്ത് അപ്പോളറ്റിക്സ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. സഭ എന്ന് പറയുന്ന ഡിനോമിനേഷനും ആകാം എന്ന് പറയുന്നിടത്ത് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. സ്ത്രീകളെ സഭയുടെ ഉപദേശിമാരാക്കാം എന്ന് പറയുന്നിടത്ത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനകത്ത് ചില ഉപദേശങ്ങളെ ഇടിച്ച് തകർത്ത് കളയേണ്ടതായിട്ട് വരും, ചില സത്യോപദേശത്തെ ഉറപ്പിക്കേണ്ടതായിട്ട് വരും. ഇത് രണ്ടും ഈ ടാസ്കിൽ പെട്ട കാര്യങ്ങൾ. ഇപ്പൊ സഭകളെ ലൈവായിട്ട് ചലനാത്മകമായിട്ട് നിർത്തുന്നതിൽ അപ്പോളജറ്റിക്സിന് ഒരു വലിയ പങ്കുണ്ട്. അപ്പോളറ്റിക്സ് പ്രാക്ടീസ് ചെയ്യേണ്ട വിധത്തെക്കുറിച്ചും ഒരു 5 മിനിറ്റ് പറഞ്ഞ് ഞാൻ നിർത്തിക്കോളാം. 9:02 ഒരു 5 more minutes അത്രയും കൂടെ പറയാൻ സാധിക്കില്ല. ഈ അപ്പോളറ്റിക്സിന്റെ പ്രാക്ടീസിനെ കുറിച്ച് പറയുമ്പം വേദപുസ്തകത്തിൽ പറയുന്ന 2 കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുക. ഒന്ന്, ഇത് ദൈവവും മനുഷ്യരും കൂടെ സഹകരിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. നമുക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, ഒരു പ്രയോജനമില്ല. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. 12-ാം അധ്യായം 11-ാമത്തെ 11-12 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിവാദിക്കേണ്ടു എന്ത് പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. കണ്ടോ? അപ്പൊ അതാ ഞാൻ പറഞ്ഞു, ഇത് ഒരു ഡിവൈൻ ഹ്യൂമൻ ഒരു രണ്ടും കൂടെ കൂടിച്ചേർന്ന്, 2 ദൈവവും മനുഷ്യനും കൂടെ കൂടിച്ചേർന്ന് സഹകരിച്ചുള്ള ഒരു വേലയും ഒരു ശുശ്രൂഷയും. അങ്ങനെ ഒരു വശം ഇതിനകത്തുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവഭക്തന്മാരായിരിക്കുന്ന ആളുകള്, ദൈവ മനുഷ്യരായിരിക്കുന്ന ആളുകള് വിശ്വാസ വിഷയങ്ങൾ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ആ ഒരു പ്രോത്സാഹനവും അവർക്ക് കിട്ടുമെന്ന് അവർക്ക് കിട്ടും. ഞാനൊരിക്കല് വായിച്ച സമയത്ത് ഒരു മനുഷ്യൻ ഇംഗ്ലണ്ടില്, അദ്ദേഹം വിശ്വാസത്തിന്റെ പേരിൽ അദ്ദേഹം ജയിലിലായി പോയി. അപ്പൊ അദ്ദേഹത്തെ കത്തിച്ചു കളയാനായിട്ട് ഓർഡർ കിട്ടും. അപ്പൊ അദ്ദേഹത്തിന്റെ ജയിൽ മുറിയിലെ ഒരു കൊഴുപ്പില് കത്തുന്ന ഒരു തിരിയുണ്ട്. അപ്പം ഈ തീയിലേക്കിട്ട എന്തായിരിക്കും എന്നറിയാൻ പുള്ളി ഇങ്ങനെ
വിരല് തീയലൊന്ന് മുട്ടിക്കും, വേഗം കൈയെടുത്ത്. കാരണം എന്താണ്, നമുക്കറിയാം തീയില് വിരല് നിൽക്കില്ല, ഭയങ്കര പെയിനായിരിക്കും. അപ്പൊ അദ്ദേഹം ഓർത്ത്, ഈ തീയുടെ നടുവിൽ എന്നെ ഇട്ട് കത്തിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഈ ചരിത്രം എഴുതിയിരിക്കുന്നത് എന്താണ്, വാറൻ ബിയേഴ്സ്ബിയുടെ ഒരു ബുക്കിലാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തെ അങ്ങനെ ആ ചിതയുടെ നടുവിൽ കയറ്റി നിർത്തി ഒരു എന്താണ്, ഒരു ഭിത്തിയിൽ അദ്ദേഹത്തെ ബന്ധിച്ചു, ചങ്ങലയിലിട്ടു. അതിനുശേഷം തീ കൊളുത്തിയ സമയത്ത് ഈ മനുഷ്യൻ ഉള്ള സൗകര്യം ഉപയോഗിച്ച് നൃത്തം ചെയ്യുകയാണ്. നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് ഇത്. അതിനെ നമ്മൾ എന്താ വിളിക്കേണ്ടത്? പ്രിയമുള്ളവരെ, ആ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു അവന്റെ അടുക്കിലേക്ക് വന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക ശക്തി, മാനുഷികമായിട്ട് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു ദൈവശക്തി. അപ്പോളേറ്റിക്സിനെ കുറിച്ച് എഴുത്തുകാർ പറയുന്ന ഒരു സ്പെഷ്യൽ ടേമാണ് എക്സ്ട്രാ മുൻഡേ എന്ന് പറഞ്ഞാൽ സാധാരണയ്ക്ക് ഉപരിയായിരിക്കുന്ന ദൈവശക്തി, അസാധാരണമായിരിക്കുന്ന ദൈവിക വ്യാപാരം അപ്പോളേറ്റിക്സിൽ ഏർപ്പെടുന്ന സമയത്ത്, പ്രതിവാദം പറയേണ്ടുന്ന സമയത്ത് അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ എന്ന് വെച്ച് നമ്മൾ പഠിക്കണ്ട, വായിക്കണ്ട, ഒരുങ്ങണ്ട, പ്രാർത്ഥിക്കേണ്ട, ഒന്നും അങ്ങനെയൊന്നുമല്ല. പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ദിസ് ഈസ് എ സൂപ്പർ നാച്ചുറൽ വർക്ക്. അവിടെ ദൈവം സഹായിക്കുന്നില്ല, നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് ഇത് മനുഷ്യനും ദൈവവും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, മനുഷ്യരെ മിണ്ടാതിരിക്കുമ്പം അവർ വാസ്തവത്തിൽ സൈലൻസ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ. ഉപദേശങ്ങളെ കുറിച്ച്, സത്യത്തെക്കുറിച്ചൊക്കെ അറിയാവുന്ന വിശ്വാസികൾ കോംപ്രമൈസ് ചെയ്യുമ്പം ശരിക്കും അവര് പരിശുദ്ധാത്മാവിനെ മിണ്ടാതാക്കുകയാണ്. അവര് മിണ്ടാതിരിക്കുമ്പം ദേ ആർ സൈലൻസിങ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ മിണ്ടാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്കറിയാവുന്ന രീതിയിലൊക്കെ അത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയില്ലല്ലോ. D.L. മൂഡി ഇംഗ്ലണ്ടിൽ ചെന്ന് പ്രസംഗിച്ച സമയത്ത് ഇംഗ്ലണ്ടിലെ അരിസ്റ്റോക്രാറ്റിക് ലേഡീസ് ഒക്കെ പറഞ്ഞു, ഇയാൾ ഇംഗ്ലീഷ് ഭാഷയെ കൊന്നുകളയും എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇത്രയൊക്കെ അറിയാവുന്ന രീതിയിൽ ഞാൻ പറയും, നിങ്ങൾക്ക് എന്നെക്കാൾ നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ നമുക്കറിയാകുന്നത് പോലെ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള സത്യങ്ങളെ നമ്മൾ ശുശ്രൂഷിക്കണം. അപ്പോഴാണ് പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടുന്നത്. ഒരു വാക്യം കൂടെ പറയട്ടെ. 1 പത്രോസ് 3:15 പൗലോസ് പറഞ്ഞു, ഈ അപ്പോളറ്റിക്സ് പ്രാക്ടീസ് ചെയ്യുമ്പം ആളുകളെ കൊല്ലാനും ആക്രമിക്കാനും കളിയാക്കാനും ഉള്ള ഒരു അവസരമല്ല, ഭക്തിയോടും സൗമ്യതയോടും കൂടെ ചെയ്യണം, ക്രിസ്ത്യൻ വെർച്യൂസിനെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. നമുക്ക് ആ വാക്യം അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് ഇനിയും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഭയഭക്തി പൂണ്ട്, അല്ലേ? ഭയഭക്തി പൂണ്ട്, സൗമ്യതയും ഭയഭക്തിയും പൂണ്ട്. സൗമ്യതയും ഭയഭക്തിയും പൂണ്ടെന്നാണ്. സൗമ്യമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവരോട് പെരുമാറേണ്ടതുപോലെ പെരുമാറും എന്നുള്ളതാണ്. അവരെ ബഹുമാനിച്ചും അംഗീകരിച്ചും ഒക്കെ വേണം അത് നമ്മൾ ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്താലേ അത് അനുഗ്രഹമായിട്ട് തീരുകയുള്ളൂ. മൈക്കൽ ഗ്രീൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്, ആദ്യത്തെ 200 വർഷങ്ങള് ക്രിസ്ത്യാനികൾ നന്നായിട്ട് ചെയ്തെന്നാണ് തോമസ് സാമ്പ്രാരി. നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തു. അവര് തിയോളജിക്കൽ സെന്ററുകളിലൊന്നും പോയി പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ദൈവവചനം നന്നായിട്ട് പഠിച്ചു, അവരെ പഠിപ്പിച്ചു, അവരത് പ്രാക്ടീസ് ചെയ്തു. ഈ സുവിശേഷത്തിന്റെ വിറ്റ്നസിങ്ങും ഡിഫൻസും സുവിശേഷത്തിന്റെ പ്രതിവാദം ഒരുമിച്ച് പോകുന്നതാണ്. അത് നമ്മൾ വേർതിരിക്കേണ്ടതെന്നാണ് കൊർണേലിയസ് വാൻഡില് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത്. അപ്പം വിറ്റ്നസിങ്ങും ഡിഫൻസിങ്ങും രണ്ടായിട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം ആരെയാ ശരിക്കും ഡിഫൻസിൽ വിജയിക്കുന്നുള്ളൂ? വിറ്റ്നസ് ചെയ്യുന്നവർ, സാക്ഷിക്കുന്നവർക്കാണ് ഡിഫൻസിന്റെ ആവശ്യം വരുന്നത്. ഡിഫൻസിങ് എന്ന് പറഞ്ഞാൽ ഒരളവിൽ സാക്ഷിക്കുന്നതുമാണ്. വിറ്റ്നസിങ് ടു എന്ന് പറയുന്ന അനുഭവം അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ഇവിടെ ഒന്ന് സൗമ്യതയോടുകൂടെ പറയണം, പിന്നെ എന്താണ്? ഭയഭക്തി പൂണ്ട്. ഈ ഭയഭക്തി എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഓഡിയൻസിനെ ഭയപ്പെടുക എന്നാണോ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ആളെ നമ്മൾ ഭയപ്പെടുക എന്നുള്ളതാണ്?
അങ്ങനെ ആയിരിക്കാനുള്ള ചാൻസ് ഇല്ലെന്നാണ് പലപ്പോഴും പറയുന്നത്. അവരെ റെസ്പെക്ട് ചെയ്യേണ്ടെന്നല്ല, നമ്മുടെ മുമ്പിലുള്ള ഓഡിയൻസിനെയും ആളുകളെയും, അവർ വലിയവരോ ചെറിയവരോ ആരുമാകട്ടെ, വി ഷുഡ് റെസ്പെക്ട് ദം, അവർക്ക് ബഹുമാനം കൊടുക്കണം. പക്ഷെ അതിനേക്കാൾ ഉപരി ഭയഭക്തി എന്നതുകൊണ്ട് പൗലോസ് ഉദ്ദേശിക്കുന്നത് കർത്താവിൽ ഉള്ള ആശ്രയം, കർത്താവിനോടുള്ള നമ്മുടെ ബഹുമാനം. അപ്പൊ അതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ പറഞ്ഞത്, നമ്മളിങ്ങനെ ഡിഫൻസിനായിട്ട് നിൽക്കുകയാണല്ലോ. ഇന്നത്തെ സാഹചര്യമല്ല നമ്മൾ ചിന്തിച്ച 2000 വർഷങ്ങൾക്ക് മുമ്പ് ഡിഫൻസിന് നിൽക്കുന്ന ഒരു ക്രിസ്ത്യാനിയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. കൊല്ലപ്പെടാൻ പോവാണോ, ജയിലിൽ പോകാൻ പോവാണോ, വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോവാണോ, ഒറ്റപ്പെടാൻ പോവാണോ, എന്താ സാഹചര്യം എന്നൊന്നും അറിയില്ല. അപ്പൊ ഈ മനുഷ്യരൊക്കെ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളുണ്ട്. ഇതിനൊക്കെ കർത്താവ് ഞാൻ എവിടുന്ന് ഉത്തരം പറയും? എൻ്റെ കയ്യിൽ എവിടുന്ന് ആൻസർ ഉള്ളത്? ലോർഡ്, ഐ ട്രസ്റ്റ് യു, ഐ റെസ്പെക്ട് യു, പ്ലീസ് ഓണർ മീ, എന്നെ നീ ഇന്ന് മാനിക്കണം എന്ന ഒരു മൈൻഡ് സെറ്റിലായിരിക്കും ഒരുപക്ഷെ ഇവര് അപ്പോളറ്റിക്സ് പ്രാക്ടീസ് ചെയ്യും. ഇന്നും അതേ പറ്റുള്ളൂ. എല്ലാ ചോദ്യങ്ങളും റെഡിമെയ്ഡായിട്ട് അവർ ചോദിക്കാൻ പോകുന്ന എല്ലാം പഠിച്ചൊരുങ്ങി നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ പുറകോട്ട് മാറി നിന്നാൽ പറ്റില്ല. പക്ഷെ നമ്മൾ മുമ്പോട്ട് കയറി നിന്നാൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും ഒരു കാര്യം. അപ്പൊ ആൻസർ ചെയ്യുന്ന സമയത്ത് എല്ലാറ്റിലും നമ്മുടെ കയ്യിൽ ഉത്തരവുണ്ടോ? നമ്മളെക്കാൾ സമർത്ഥമായി സയൻസും നിയമവും ഫിലോസഫിയും ഒക്കെ പഠിച്ചിട്ടുള്ള ഒത്തിരി മനുഷ്യർ, അവരുടെ മുമ്പിൽ നമ്മൾ എന്നാ ഉള്ളത്? നമ്മൾ വെറും ഏഴകളായിരിക്കുന്നയാൾ. പക്ഷേ ദൈവശക്തി നമ്മൾ വ്യാപരിക്കും. ദൈവത്തെ ഭയപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ദൈവത്തിന്റെ കൃപ വ്യാപരിക്കും. അതൊരു വലിയ അനുഗ്രഹവും വിജയവുമായിട്ട് തീരും. അപ്പം റോമാക്കാരെയും ഗ്രീക്കുകാരെയും നിശബ്ദരാക്കി കളഞ്ഞ, ഡിഫൻസ്ലെസ് ആക്കി കളഞ്ഞ ശുശ്രൂഷയാണ് ക്രൈസ്തവര് ആദ്യ നൂറ്റാണ്ടുകളിൽ ചെയ്തത്. അതേ ശുശ്രൂഷയാണ് നമുക്ക് ഇന്നും ചെയ്യാനായിട്ടുള്ളത്. അതുകൊണ്ട് ഈ നാളുകൾ നമ്മൾ നമ്മുടെ ഉപദേശത്തിന് വിരുദ്ധമായി പറയുന്ന മത സംവിധാനങ്ങളുടെ ആർഗ്യുമെന്റ്സിനെ നമ്മൾ തീർച്ചയായിട്ടും സൈലൻസ് ചെയ്യണം. അതിന് കഴിവുള്ളവരുണ്ട്, തീർച്ചയായിട്ടും അത് ചെയ്യണം. ഡോക്ട്രിൻസിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അത് ചെയ്യണം. സഹോദരന്മാരുടെ ശുശ്രൂഷയ്ക്കെതിരെ ചാർജുകൾ വരുന്ന സമയത്ത് സത്യസന്ധമായിട്ട് അത് ചെയ്യണം. ഉപദേശത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സഭ തദ്ദേശീയമാണ് എന്നുള്ളത് ഈ നമ്മുടെ ഗോസ്പൽ ടൂറിലൊക്കെ നടന്ന് പബ്ലിക്കിന്റെ മുമ്പിലും ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ സഹോദരന്മാർ എന്തോരം പ്രസംഗം പറഞ്ഞു, എന്തോരം പ്രസംഗം, എന്തെല്ലാം നമ്മുടെ പ്രത്യേക സത്യങ്ങൾ, നമ്മുടെ തനതായിരിക്കുന്ന ആശയങ്ങളൊക്കെ എന്തോരം പറഞ്ഞ് പ്രസംഗിച്ചൊക്കെയാണ് അതിനെ എസ്റ്റാബ്ലിഷ്. അത്രയും ആവേശമൊക്കെ ഇന്ന് നമുക്കുണ്ടോയെന്ന് നമുക്ക് പുനഃപരിശോധിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. കർത്താവ് ഇങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ നോക്കുന്നുണ്ട്. അതിന് കൃപയുള്ള ആളുകൾ, പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസമൊക്കെ സമ്പാദിച്ച ഒത്തിരി ചെറുപ്പക്കാരികൾ, സയൻസ് പഠിച്ചവർ, ഫിലോസഫി പഠിച്ചവർ, ലിറ്ററേച്ചർ പഠിച്ചവർ, ഉപദേശം പഠിച്ചവർ, അവരൊക്കെ തങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ ദൈവം അവരൊക്കെ ഉപയോഗിക്കും എന്ന വാക്കുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ എളിയ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. സഹോദരനോടുള്ള നന്ദി കൃത്യമായിട്ട് അറിയിക്കുന്നു. വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ കാര്യങ്ങളെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോളജറ്റിക്സ് എന്ന് പറയുമ്പോൾ വേറെ ആരോ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്കതിൽ പങ്കില്ല, അല്ലെങ്കിൽ ഞാനതിൻ്റെ ഭാഗമല്ല, വേറെ ചില പ്രത്യേക ആളുകൾക്ക് മാത്രം ഉള്ളതാണ് എന്ന് ചിന്തിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ വളരെ വ്യക്തമായിട്ട് കേട്ടു. നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിൽ തന്നെ, സഭാ ജീവിതത്തിൽ, ജോലി ചെയ്ത സ്ഥലങ്ങളിൽ, നമ്മുടെ കൂട്ടുകാരോടുള്ള ബന്ധത്തിലൊക്കെ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ ഒക്കെ ആയിരിക്കാം അപ്പോളജറ്റിക്സിന്റെ ഭാഗമായിട്ട് നമ്മൾ വർത്തിക്കുന്ന ആളുകളാണ് എന്ന് നമുക്ക് കിട്ടും. അതൊന്നും മാറി നിൽക്കുന്നതിനായിട്ട് നമുക്ക് കഴിയുകയില്ല. പ്രത്യേകിച്ച് ഏറ്റവും അവസാനം പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, വിറ്റ്നസിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് ഡിഫെൻഡിങ് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് കേട്ടു. സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അപ്പോളജറ്റിക്സിന്റെ ഭാഗമായിട്ട് തീരും എന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരും ആദ്യകാല സഭാപിതാക്കന്മാരും ഒക്കെ ഏറ്റവും നന്നായിട്ട് അപ്പോളജറ്റിക്സിനെ ഉപയോഗിച്ചു. പീഡനം ഒരു ഭാഗത്തുണ്ടായിരുന്നു, എന്നാൽ ഡിഫൻസ് മറുഭാഗത്ത് തുറന്നുകൊണ്ടിരുന്നു. അതിന്റെ ഭാഗമായാണ് ക്രിസ്തീയ വിശ്വാസം മുന്നോട്ട് പോയതെന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്കിന്ന് അങ്ങനെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഇത് മാറ്റി നമ്മുടെ ജീവിതങ്ങളും ക്രിസ്തീയ ജീവിതത്തില് ക്രിസ്തീയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന സമയത്ത്
മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തിന്റെ നിസ്തുലതയെ കുറിച്ച് പറയുമ്പോൾ അത് പറയുന്നതിന്റെ കൂടെ ഒരു സമ്മതിപ്പിക്കുക എന്നുള്ള, അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ. അതൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോളജറ്റിക്സ് അങ്ങനെ അതിന്റെ കൂടെ വരുന്ന കാര്യമാണ് എന്നുള്ള കാര്യം കേട്ടു. അപ്പൊ നമ്മുടെ ജീവിതങ്ങളിലൊക്കെയുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അപ്പോളജറ്റിക്സ് എത്രത്തോളം പ്രസക്തി അർഹിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം പ്രാധാന്യം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ കേൾക്കുകയുണ്ടായി. അതിന്റെ പ്രായോഗികതയെക്കുറിച്ച് നമ്മൾ വളരെയധികം ചിന്തിച്ചു. വിവിധ കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ സഹോദരൻ നമ്മളോട് പറയുകയുണ്ടായി. എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടതിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നു. തുടർന്നും നമ്മുടെ പ്രായോഗിക ജീവിതങ്ങളിൽ, ദൈനംദിന ജീവിതങ്ങളിൽ ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അത് പ്രയോഗവൽക്കരിക്കുന്നതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ.